വളരെ കർശന ബോധത്തോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ അത് നട്ടുവളർത്താനുള്ള തയ്യാറെടുപ്പും ഊർജവും ഹ്രസ്വകാല ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും വേണം. എല്ലാ മഹാന്മാരെ പറ്റിയും പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് ഒരേ വിശേഷണമാണ്. അമ്പിയാക്കളാകട്ടെ, ഔലിയാക്കളാകട്ടെ, ശുഹദാക്കളാകട്ടെ, സ്വാലിഹീങ്ങളാകട്ടെ, എല്ലാവരും ബാധ്യതകൾ നിറവേറ്റി ജീവിച്ച മഹാന്മാരാണ്. ഒരാൾ മഹാനാകണമെങ്കിൽ രണ്ട് കടപ്പാട് പ്രധാനമായും അയാളുടെ പെരടിയിൽ ഉണ്ട്. ഒന്ന് അള്ളാഹുവിനോടുള്ള ഹക്ക്, പടച്ച റബ്ബിനോടുള്ള ഹക്ക്. അത് നിറവേറ്റാതെ നിർവഹിക്കാതെ ഒരാണിനും ഒരു പെണ്ണിനും മുത്തഖിയാകാൻ കഴിയില്ല. അള്ളാഹുവിനോടുള്ള ഹക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ചത് ചെറുതും വലുതും ചുരുങ്ങിയതും വിശാലമായതും അതേ അർത്ഥത്തിൽ നിർവഹിക്കാൻ ഈ ദുനിയാവിൽ എല്ലാ സൗകര്യങ്ങളും അള്ളാഹു നമുക്ക് ചെയ്തു തന്നു. സൗകര്യങ്ങളൊക്കെ അള്ളാഹു തആല നമുക്ക് നൽകിയത് ആ ഒരർത്ഥത്തിൽ മാത്രമാണ്. ദുനിയാവിൽ ചെയ്തു തന്ന സൗകര്യങ്ങളൊന്നും സുഖിക്കാനും ഉല്ലസിക്കാനും ആസ്വദിക്കാനും ആനന്ദിക്കാനും അല്ല. ദുനിയാവിൽ ചെയ്തു തന്ന സൗകര്യങ്ങളൊക്കെ അള്ളാഹുവിനുള്ള കടപ്പാട് അത് നിർവഹിക്കാനാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ഇഷ്ടം പോലെ തരും, പക്ഷേ ബാധ്യത നിർവഹിക്കുന്ന ആളുകൾ വളരെ കുറച്ചേ ഉണ്ടാകുള്ളൂ. വലഖദ് മക്കന്നാകും ഫിൽ അർദ്, ഭൂമിയിൽ നിങ്ങൾക്ക് നാം ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു തരും. വജഅൽനാ ലക്കും ഫീഹാ മആയിഷ്, ജീവിതോപാധികൾ ധാരാളം നിങ്ങൾക്ക് നാം നൽകും. കഴിഞ്ഞ വർഷം ഉള്ള തൊഴിൽ മേഖലകളെക്കാൾ ഈ വർഷം തൊഴിൽ മേഖലകൾ കൂടി വന്നു, ഇനിയും കൂടി വരും. വ്യത്യസ്ത ജീവിതോപാധികൾ അല്ലാഹു തആല തന്നെ തന്നതാണ്. പക്ഷേ ഇതൊക്കെ തന്നാലും ഖലീലം മാ തഷ്കുറൂൻ, ബാധ്യത നിർവഹിക്കുന്നവർ, കടമ നിറവേറ്റുന്നവർ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. കുറച്ച് എന്നല്ല അള്ളാഹു പറഞ്ഞത്, വളരെ കുറച്ച്. ഖലീലം മാ തഷ്കുറൂൻ, നിങ്ങൾ നന്ദി ചെയ്യുന്നത് വളരെ കുറച്ച് മാത്രമാണ്. ആളുകളുടെ എണ്ണം നോക്കിയാൽ സഹോദരങ്ങളെ 1000-1 എന്ന നിലക്ക് വിലയിരുത്താൻ കഴിയും. അള്ളാഹുവിനുള്ള കടപ്പാടിൽ ഒരു പ്രധാനപ്പെട്ട കടപ്പാടാണ്, നിങ്ങൾ നോക്ക്, ആളുകൾ നിർവഹിക്കാൻ മടിക്കുന്നൊരു കടപ്പാടാണ് സക്കാത്ത്. ഒന്ന് പരിശോധിച്ചു നോക്കൂ സഹോദരങ്ങളെ, വർഷാവർഷം സക്കാത്ത് നിർബന്ധമാകുന്നവരുടെ എണ്ണം കൂടുതലാണ്. എല്ലാ വർഷവും സക്കാത്ത് നിർബന്ധമാകുന്നവരുടെ എണ്ണവും സക്കാത്ത് കൊടുക്കേണ്ട തുകയും കൂടി വരുന്നു. കഴിഞ്ഞ വർഷം ചിലരുടെ ഡെപ്പോസിറ്റിൽ ഉണ്ടായിരുന്നത് 5 ലക്ഷമാണെങ്കിൽ ഈ വർഷം അത് 10 ലക്ഷമായി വിപുലീകരിച്ചിട്ടുണ്ട്. വർഷാവർഷം അങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. അല്ലാഹു തആല തന്നെ തന്ന സമൃദ്ധിയാണ്, നിഷേധിക്കാൻ കഴിയില്ലല്ലോ. അതിന് കണക്കനുസരിച്ച് കൊടുക്കേണ്ട ഒരു ഹക്കുണ്ട്, ചെറിയ ഒരു ബാധ്യത. പക്ഷേ അത് നിർബന്ധ ദാനമാണ്. സുന്നത്ത് എത്ര നിർവഹിച്ചാലും ആ നിർബന്ധം വീട്ടിയിട്ടില്ലെങ്കിൽ ആ ബാധ്യത അവിടെ കിടക്കും. മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമ്പത്ത് ബാക്കിയുള്ളവർ വിഹിതം വെക്കണമെങ്കിൽ നിർബന്ധ ബാധ്യത ആദ്യം അതിൽ നിന്നെടുത്ത് വീട്ടണം. അത് സക്കാത്താണെങ്കിൽ സക്കാത്ത്, കടമാണെങ്കിൽ കടം, വസിയ്യത്താണെങ്കിൽ വസിയ്യത്ത്, നേർച്ചയാണെങ്കിൽ നേർച്ച, വാഗ്ദാനങ്ങളാണെങ്കിൽ വാഗ്ദാനങ്ങൾ, ഇതൊക്കെ നിർബന്ധ ബാധ്യതകളാണ്. അത് വീട്ടിയ ശേഷമേ കുടുംബക്കാർ സ്വത്ത് വിഹിതം വെക്കാൻ പാടുള്ളൂ. നിർബന്ധ ബാധ്യതയിൽ അള്ളാഹുവിനുള്ള ഹക്ക് എന്ന് പറയുന്നൊരു ബാധ്യതയുണ്ടല്ലോ.
ആ ബാധ്യത വീട്ടാതെ സഹോദരങ്ങളെ സ്വത്ത് ഭാഗിച്ചെടുക്കാൻ പാടില്ല എന്ന് പറയുമ്പോ ആ ബാധ്യതയുടെ വലുപ്പവും കടുപ്പവും എത്രയാണ് മനസ്സിലാക്കി തരുന്നത്. നിങ്ങൾ നോക്ക്, മഹാന്മാര് അത് ഉൾക്കൊണ്ടത് ഏത് രൂപത്തിലാണ്. ബഹുമാനപ്പെട്ട സുബൈർ റളിയല്ലാഹു അൻഹുവിനെ കേട്ടിട്ടില്ലേ? അശറത്തുൽ മുബശ്ശറയിൽ പെട്ടൊരു മഹാനാണ്. നമ്മൾ സാധാരണ എണ്ണി പറയാറുണ്ടല്ലോ, സഅദിൻ, സഈദിൻ, സുബൈർ. ആ സുബൈർ റളിയല്ലാഹു അൻഹു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആളിൽ ഒരാൾ. സുബൈർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടാൻ പോകുമ്പോ തൊട്ടു തലേ ദിവസം മകൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറയുന്നു, മോനെ, നാളെ നടക്കുന്ന പോരാട്ടത്തിൽ നിന്റെ ഉപ്പ തിരിച്ചു വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം നിന്നെ ഞാൻ ഏൽപ്പിക്കാൻ പോവുകയാണ്. ഞാൻ നാളെ നടക്കുന്ന പോരാട്ടത്തിൽ ഷഹീദായി കഴിഞ്ഞാൽ എനിക്കുള്ള എല്ലാ ബാധ്യതകളും നീ വീട്ടണം, നിർവഹിക്കണം. എനിക്ക് ചില്ലറ ആളുകളോടൊക്കെ കടബാധ്യതയുണ്ട്. ആ കടക്കാരെ മുഴുവനും കണ്ടെത്തിയിട്ട് എൻ്റെ ബാധ്യതകൾ മുഴുവനും വീട്ടിയ ശേഷമേ എൻ്റെ മക്കൾക്കും അനന്തരക്കാർക്കും എൻ്റെ സ്വത്ത് വിഹിതം വെക്കാവൂ. സുബൈർ റളിയല്ലാഹു അൻഹു മകനെ വിളിച്ചു പറയുന്നു, മോനെ, ഈ കാര്യം നീ ഏറ്റെടുക്കണം. ബാപ്പ പോകുന്നത് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടാനാണ്. പിറ്റേ ദിവസം നടക്കുന്നത് ജമൽ യുദ്ധമാണ്. ഞാൻ അതിന്റെ സംഭവ വികാസങ്ങളിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. ജമൽ യുദ്ധത്തിൽ ബഹുമാനപ്പെട്ട സുബൈർ റളിയല്ലാഹു അൻഹു പങ്കെടുത്തു. പോരാട്ടം രൂക്ഷമായി നടന്നു. മഹാനവർകൾ ഷഹീദായി. ബാപ്പ നേരത്തെ ഏൽപ്പിച്ച കാര്യം മകൻ ഓർക്കുകയാണ്. ഉപ്പയുടെ കടക്കാരെ കണ്ടെത്തിയിട്ട് കടബാധ്യതകൾ മുഴുവനും വീട്ടണമല്ലോ. സഹോദരങ്ങളെ, നമ്മുടെ കൂട്ടത്തിൽ ഒരു പക്ഷേ ആളുകൾ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ജനാസ കൊണ്ടുവന്ന് പള്ളി മിഹ്റാബിന്റെ മുന്നിൽ വെക്കും. എന്നിട്ട് അവിടുന്നൊരു വിഷയം ഏറ്റെടുക്കുകയാണ്. മക്കള് 3 ആള് ഏറ്റെടുത്തു, സഹോദരന്മാര് 2 ആള് ഏറ്റെടുത്തു, ഇന്നയും ആളുകൾ ഏറ്റെടുത്തു. ഒരു വാക്കിൽ അത് ഒതുങ്ങാൻ പാടില്ല. സുബൈർ റളിയല്ലാഹു അൻഹു സ്വന്തം മകനെ ഏൽപ്പിച്ച വിഷയം ബാധ്യതകളൊക്കെ വീട്ടാനാണ്. അള്ളാഹുവിന് വല്ല ഹക്കും എനിക്ക് ബാധ്യതയുണ്ടെങ്കിൽ മോനെ നീ അത് വീട്ടണം. ജനങ്ങളോട് വീട്ടേണ്ട നിർബന്ധമായുള്ള ബാധ്യതകൾ അതും നീ വീട്ടണം. ബഹുമാനപ്പെട്ട സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ബാപ്പയുടെ എഴുത്തുകുത്തുകൾ കണക്കുകളൊന്ന് പരിശോധിച്ചപ്പോ കുറെ ആളുകൾ ഉപ്പ കടബാധ്യതരായി ബാക്കി വച്ചിട്ടുണ്ട്. കുറെ ആളുകൾക്ക് കൊടുക്കാനുണ്ട് കാശ്. ഉപ്പയുടെ സമ്പത്ത് മൊത്തം ഒന്ന് കണക്ക് കൂട്ടി നോക്കി. കൂഫയിലുണ്ട് ചില സ്വത്ത്, മദീനയുടെ ചില ഭാഗങ്ങളിൽ ഉണ്ട്, യമൻ ഭാഗത്ത് 1-2 സ്ഥലങ്ങളുണ്ട്. എല്ലാ സ്വത്തും കണക്ക് കൂട്ടിയിട്ട് വില നിശ്ചയിച്ചു. എന്നിട്ട് പിറ്റത്തെ ആഴ്ച നടക്കുന്ന ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഒരുമിച്ച് കൂടുന്ന ചന്ത, നാട്ടിലൊക്കെ ഒരു സീസൺ കച്ചവടം നടക്കുമല്ലോ, ആ ചന്തയിൽ ഉയർന്ന സ്ഥലത്ത് കയറി നിന്നിട്ട് വിളിച്ചു പറഞ്ഞു, അലാ മൻ കാന ലഹു അല സുബൈരി ദൈനുൻ ഫല്യഅ്തിനാ. സുബൈർ റളിയല്ലാഹു അൻഹു ആർക്കെങ്കിലും കടം തരാനുണ്ടെങ്കിൽ നമ്മെ സമീപിക്കണം, കടം നമ്മൾ വീട്ടിത്തരും. ഉറക്ക അനൗൺസ്മെന്റ് ചെയ്തു. ആളുകൾ പല ഭാഗത്തു നിന്നായി കണക്കുമായി വന്നു. ബഹുമാനപ്പെട്ട സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രൻ ഉള്ള കണക്കുകളൊക്കെ റെഡിയാക്കി വരുന്ന ആളുകൾക്ക് കണക്കനുസരിച്ച് മഹാനവറുകളുടെ സമ്പത്ത് വിൽപ്പന നടത്തിയിട്ട് ലക്ഷക്കണക്കിനുണ്ട് കടങ്ങൾ. ഓരോരുത്തരുടെയും വിഹിതത്തിനനുസരിച്ച് അങ്ങനെ കൊടുത്തു. സ്ഥലം വിറ്റ്, വീട് വിറ്റ്, ബിൽഡിംഗ് വിറ്റ് ആ ബാധ്യതകളൊക്കെ നിറവേറ്റുകയാണ്. ബാപ്പ ഷഹീദായിട്ടല്ലേ ബാപ്പ പോയത് എന്ന നിലക്ക് സമാധാനിച്ച് നിൽക്കല്ല. അങ്ങനെ സമാധാനിക്കാൻ കഴിയില്ല ഈ വിഷയം.
കാരണം പോയത് ഷഹീദാണെങ്കിലും ഷഹീദിനും കടബാധ്യത ഒഴിവല്ല, അത് വീട്ടിയേ പറ്റൂ. എല്ലാ പാപങ്ങളും ഷഹീദിന് അല്ലാഹു തആല മാപ്പാക്കി കൊടുത്താലും കടബാധ്യത അല്ലാഹു തആല വിട്ടുകൊടുക്കൂല. ജിബ്രീൽ അലൈഹിസ്സലാം ഒരു സമയത്ത് ഷഹീദിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് വന്നപ്പോ ഷഹീദിന് ഒരുപാട് മഹത്വങ്ങൾ പറഞ്ഞു. ഷഹീദാകാൻ പോകുന്ന ആളെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം ഭൂമിയിലുറ്റുമ്പോ അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് സംഭവിച്ച വൈകല്യങ്ങൾ, ചെറുദോഷങ്ങൾ മാത്രമല്ല വൻദോഷങ്ങളടക്കം അല്ലാഹു മാപ്പാക്കി കൊടുക്കും. അതേ ഷഹീദിന് പാരത്രിക ലോകത്ത് തനിക്ക് പരിചയമുള്ള ആളുകളെ 70 ആളുകൾക്ക് ഷഫാഅത്ത് ചെയ്യാനുള്ള പെർമിഷൻ അല്ലാഹു തആല നൽകും. ഇങ്ങനെ മഹത്വങ്ങളൊക്കെ നൽകി ഷഹീദിന്റെ മഹത്വങ്ങളൊക്കെ പറഞ്ഞ് ഷഹീദിന് എല്ലാ ബാധ്യതകളും ഒഴിവല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഒക്കെ ഒഴിവാണ് എന്ന് പറഞ്ഞ് ജിബ്രീൽ അലൈഹിസ്സലാം മടങ്ങി. കുറഞ്ഞ നേരം കഴിഞ്ഞ് ജിബ്രീൽ അലൈഹിസ്സലാം വീണ്ടും വന്നു. രണ്ടാമതും വന്നിട്ട് പറഞ്ഞു, നബിയെ, ആദ്യം പറഞ്ഞതിൽ നിന്നൊരു ചെറിയ മാറ്റം അല്ലാഹു തആല നിങ്ങളോട് പറയാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. യുകഫറു ലിശ്ശഹീദി കുല്ലു ദംബിൻ ഇല്ലദ്ദൈൻ. ഷഹീദിന് എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെടും, പക്ഷേ കടബാധ്യത ഒഴികെ. അത് വീട്ടിയേ പറ്റൂ, അത് ഷഹാദത്ത് കൊണ്ട് മാപ്പായി കിട്ടൂല. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി അള്ളാഹുവിന്റെ മണ്ണിൽ അടരാടിയിട്ട് രക്തം വീത്തിയ മഹാൻ, എത്ര വലിയ മഹത്വമുള്ള ആളാണ് ഷഹീദ്. ഷഹീദിന്റെ മഹത്വം പരിഗണിച്ചല്ലേ സഹോദരങ്ങളെ ഷഹീദിനെ പ്രത്യേകമായി കുളിപ്പിക്കപ്പെടാത്ത രൂപത്തിൽ തന്നെ കഫൻ ചെയ്ത് മറവ് ചെയ്യുന്നത്. ആ ഷഹീദിന്റെ മേൽ ഒരു മയ്യത്ത് നിസ്കാരം നിർവഹിക്കപ്പെടുന്നില്ലല്ലോ. ഷഹാദത്ത് ഏത് വസ്ത്രത്തിലാണോ അതേ വസ്ത്രം പുതച്ചല്ലേ കൊണ്ടുപോയി കിടത്തുന്നത്. എത്രമാത്രം വലിയ മഹത്വം ഷഹീദിന് അല്ലാഹു നൽകുന്നുണ്ട്. നമ്മുടെ ഒരു നിസ്കാരത്തിന്റെ ആവശ്യം പിന്നെ ഷഹീദിനില്ല എന്ന് പറയുമ്പോ മയ്യത്ത് നിസ്കാരം എന്ന് പറയുന്ന വലിയ ഷഫാഅത്ത് പോലും ഷഹീദിനെ വെട്ടിച്ചുരുക്കിയെങ്കിൽ വലിയ മഹത്വമുള്ള ആ ഷഹീദിനും ബാധ്യതയുണ്ട്. കടബാധ്യതകളൊക്കെ പല ഭാഗത്തും പലരുടേതും എഴുതി തള്ളുകയാണ്. ഇവിടെ എഴുതി തള്ളിയാലും പടച്ചോന്റെ കോർട്ടിൽ എഴുതി തള്ളുമോന്നറിയില്ല. അവിടെ കണക്ക് പുസ്തകം വരുമ്പോ ആ കണക്കനുസരിച്ച് വീട്ടാനില്ലെങ്കിൽ ഹസനാത്തുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചത് ബാക്കിയുണ്ടെങ്കിൽ അതിൽ നിന്ന് എടുത്തു കൊടുക്കേണ്ടി വരും. പിന്നെ ഹസനാത്തുകളൊക്കെ എടുത്തു കൊടുക്കുകയാണെങ്കിൽ പിന്നെ എന്താണ് ആ മനുഷ്യന് പ്രതീക്ഷക്ക് വകയായിട്ടുണ്ടാകുക? ഒന്നും ഉണ്ടാകൂല. അതുകൊണ്ടാണ് ബാധ്യതകളൊക്കെ എഴുതി വെച്ചിട്ട് ഇവിടെ തന്നെ വീട്ടണം എന്ന് പറഞ്ഞത്. നമ്മുടേത് നമ്മൾ തന്നെ വീട്ടാണ് നല്ലത്. അനന്തരാവകാശികളിലേക്ക് ബാക്കി വെക്കാതിരിക്കാനാണ്. പുതിയ കാലത്തെ ചിത്രങ്ങൾ മനസ്സിലാക്കി നോക്കുമ്പോൾ നല്ലത് അതാണ് എന്നാ തോന്നുന്നത്. കുറെ ചിത്രങ്ങൾ കേട്ടു നോക്കുമ്പോൾ പേടി തോന്നുന്നുണ്ട്. നമ്മുടേത് ആകുന്ന കാലത്ത് നമ്മൾ തന്നെ വീട്ടിയിട്ട് പോകുന്നതിന് മുമ്പ് ഒക്കെ റാഹത്തായി പോകുക നല്ലത് എന്നാ മനസ്സിലാകുന്നത്. കാരണം അനന്തരക്കാരായി വന്ന ആളുകളിൽ നിന്ന് വരുന്ന ചോദ്യശരങ്ങൾ കേട്ടിട്ട് ബാപ്പാക്കാണ് വീട്ടിയിട്ടായിരുന്നില്ല, മൂപ്പർക്ക് എന്താ പണി എന്നാ മക്കൾ ചോദിക്കുന്നത്. കാലം സമയമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നല്ലോ, എന്തേ കൊടുത്താൽ? ഇപ്പൊ നമ്മളെ സ്വത്തായല്ലേ, കൊടുക്കണോ കൊടുക്കണ്ടേന്ന് തീരുമാനിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോ ഇങ്ങനെ ഇഖ്ലാസോടെ വീട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ കുഴപ്പമില്ല. സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഒന്നാമത്തെ സീസൺ കച്ചവടത്തിൽ അനൗൺസ്മെന്റ് നടത്തിയിട്ട് കുറെ കടക്കാർ വന്നു. ലക്ഷക്കണക്കിന് അവർക്ക് കൊടുത്തു. ബാപ്പാന്റെ മൊത്തം കടബാധ്യത കൂട്ടി നോക്കുമ്പോ 18 ലക്ഷത്തിലധികമുണ്ട്. നമ്മുടെ നാട്ടിലെ കറൻസിയല്ല ദിർഹം. അതൊക്കെ ഓരോ ആവശ്യങ്ങൾക്ക്, ദീനീ കാര്യങ്ങൾക്കും മറ്റു സ്വന്തം കാര്യങ്ങൾക്കൊക്കെ വാങ്ങിയതുണ്ട്. പക്ഷെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കുറെയൊക്കെ. ഇനി എഴുതി വെക്കാൻ വിട്ടുപോയത് ഏതെങ്കിലും ഉണ്ടോ എന്ന് കരുതിയിട്ടാണ് ഈ അനൗൺസ്മെന്റ്. അലാ മൻ കാന ലഹു അല സുബൈരി ദൈനുൻ ഫല്യഅ്തിനാ. എന്റെ വാപ്പ സുബൈർ റളിയല്ലാഹു അൻഹു നിങ്ങൾക്ക് ആർക്കെങ്കിലും കടം തരാനുണ്ടെങ്കിൽ വരണേ, കാശ് തരാം, കടം വീട്ടിത്തരാം. ഒരു ചന്തയിലല്ല, 2 ചന്തയിലല്ല, ഒരു വർഷം മുഴുവനും അനൗൺസ്മെന്റ് നടന്നു.
വരാനുള്ള നാട്ടിലുള്ള ഏകദേശം ആളുകളിലേക്കൊക്കെ വിവരങ്ങളെത്തി. പലരും വന്നു. രണ്ടാമത്തെ വർഷവും അതേ രൂപത്തിൽ അനൗൺസ്മെന്റ് നടത്തി. ഇനിയും കുറച്ചുകൂടി സ്വത്തിവിടെ ബാക്കിയുണ്ട്, ഏതെങ്കിലും ആളുകൾ ബാക്കി വരരുത്. കിടക്കുന്നിടത്ത് എൻ്റെ ഉപ്പക്ക് സമാധാനം കിട്ടണം. ഒരു മയ്യിത്ത് ഖബറിൽ കൊണ്ടുപോയി കിടത്തിയിട്ട് പൂർണ്ണമായും അതിൻ്റെ വേർപിരിഞ്ഞ റൂഹുണ്ടല്ലോ, അത് ഇല്ലിഗീനിലെത്തേണ്ട റൂഹാണെങ്കിൽ, സ്വാലിഹീങ്ങളെ അർവാഹുകളോട് സമരസപ്പെട്ട് കഴിയേണ്ട റൂഹാണെങ്കിൽ, ആ സ്വാലിഹീങ്ങളെ കേന്ദ്രത്തിലേക്ക് റൂഹ് എത്താനുള്ളൊരു തടസ്സം കടമാണ്. നഫ്സുൽ മുഅ്മിനി മുഅല്ലഖതും ബിദൈനിഹി ഹത്താ തുഖ്ലാ അൻ. മുഅ്മിനായ മനുഷ്യന്റെ ആത്മാവിനെ തടഞ്ഞു നിർത്തപ്പെടും. ആ കടബാധ്യത വീട്ടുന്നത് വരെ ആത്മാവ് ഇല്ലിഗീനിലെത്തൂല. എന്നാണോ കടബാധ്യത തീരുന്നത്, അതുകൊണ്ടാ പറഞ്ഞത് അത്രയും വേഗം വീട്ടുകയാണ് വേണ്ടത്. എന്നാണോ അത് തീരുന്നത്, അന്നേ അത് അർവാഹുകളുടെ കൂട്ടത്തിൽ, സ്വാലിഹീങ്ങളെ കൂട്ടത്തിലെത്തൂ. അതുവരെ വഴി തടസ്സമായി അവിടെ തടഞ്ഞു വെക്കപ്പെടും. നഫ്സുൽ മുഅ്മിനി മുഅല്ലഖതും ബിദൈനിഹി, കടം കാരണം മഹ്ബൂസ, തടഞ്ഞു നിർത്തപ്പെട്ടതാണ്. ഇല്ലിയീനിലേക്ക്, സ്വാലിഹീങ്ങളിലേക്ക് അത് എത്തൂല. ഒരുപാട് നന്മകളും സുഹൃതങ്ങളൊക്കെ ചെയ്ത ആളാണെങ്കിലും ഈ ഒരു ബാധ്യത കാരണം തടഞ്ഞു നിർത്തപ്പെടും. അവിടെ മനസ്സിലാക്കേണ്ടത് ജനങ്ങളിലേക്ക് കൊടുക്കേണ്ട ഹക്ക് മാത്രമല്ല, അല്ലാഹു തആലാക്കുള്ള ഹക്കില്ലേ ഉണ്ട്. സക്കാത്ത് ഒന്ന്, നോമ്പിന് കൊടുക്കേണ്ട മുദ്ദുണ്ടെങ്കിൽ മുദ്ദൊന്ന്. ഈ ബാപ്പ സമ്പത്തൊക്കെ ഏകദേശം ശേഖരിച്ച് ബാപ്പാന്റെ സ്വത്ത് കൂട്ടി നോക്കുമ്പോ ഹജ്ജ് നിർബന്ധമായൊരു പൊസിഷനിലാണോ ബാപ്പ എങ്കിൽ ഹജ്ജിനുള്ള ചെലവ് നിർബന്ധമായ ബാധ്യതയാണ് ബാപ്പാൻ്റെ. അത് ഓഹരി വെക്കാഞ്ഞിട്ട് വലിയ വലിയ ഇടങ്ങേറാണ്. 7, 14, 40 കൊണ്ട് കഴിയാൻ വേണ്ടി ദിവസം എണ്ണി കഴിക്കല. പക്ഷേ ഈ ബാപ്പാന്റെ ഈ ഹക്ക് ആര് വിട്ടും? ഓഹരി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആര് വിട്ടും? ഓരോരുത്തരും പന്ത് കളിക്കോടെ, അത് ഓൻ വിട്ടട്ടെ, മറ്റവൻ അവന് തിരിഞ്ഞ് കളിക്കും. അത് ഓഹരി വെക്കുന്നതിൻ്റെ മുമ്പ് നിർബന്ധ ബാധ്യതയ്ക്ക് വേണ്ടിയുള്ള വിഹിതം മാറ്റിവെക്കണം. ബാപ്പാന്റെ നിർബന്ധ ബാധ്യത കൂട്ടി നോക്കുമ്പോൾ ബാപ്പക്ക് 50 സെന്റ് ഭൂമി ഉണ്ട് എന്ന് ഉദാഹരണം പറയട്ടെ. 50 സെന്റ് ഭൂമി ബാപ്പയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത 50 സെന്റ് ഭൂമിയുണ്ട്. 1 സെന്റ് ഭൂമിക്ക് തന്നെ കിട്ടും നമ്മുടെ നാട്ടിലെ സ്ഥലം അനുസരിച്ച്. ഇവിടൊക്കെ ഏകദേശം 2 ലക്ഷം 3 ലക്ഷം കിട്ടൂലേ? ആ കിട്ടും. ഹജ്ജിന് 50 സെന്റ് മൊത്തം വിൽക്കണ്ടല്ലോ, വേണ്ട. ഇനി ആ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു മകൻ ഏറ്റെടുത്തു, ഞാൻ ചെയ്തോളാം വാപ്പാന്റെ ഹജ്ജ്, നിങ്ങൾ വിഷയാക്കണ്ട, അടുത്ത ഹജ്ജിന് ഞാൻ പോയി വാപ്പാന്റെ ഹജ്ജ് ഞാൻ ചെയ്തോളാം, എൻ്റെ ഹജ്ജ് ഞാൻ ചെയ്തതാണ് എന്നൽക്കാണെങ്കിൽ അൽഹംദുലില്ലാ, അതങ്ങനെ റാഹത്തായി കിട്ടും. അതല്ലേ ഹജ്ജിന് പോകാൻ പറ്റിയ ഒരാളെ, ചെയ്ത ഒരാളെ കാശ് കൊടുത്ത് ഹജ്ജിന് വിടണം. നിർബന്ധ ബാധ്യതയാണത്. 50 സെന്റ് മിച്ചം ബാപ്പ വെച്ചിട്ടുണ്ടെങ്കിൽ അനന്തരക്കാരെ മാത്രം നോക്കിയാ പോരാ, ഹക്കടപാടുകൾ വീട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്ന് നോക്കേണ്ടതുണ്ട്. കിടക്കുന്നിടത്ത് സുഗമമായി സുന്ദരമായി കിടക്കാനതൊരു മാർഗമാണ്. അതേ വിഹിതം വെക്കുമ്പോൾ കുടുംബക്കാർക്ക്, ബാക്കിയുള്ളവർക്ക് എത്ര കിട്ടുക എന്ന് മാത്രം നോക്കുന്നതിൻ്റെ മുമ്പ് മരിച്ചുപോയ ആളുകൾക്ക് വല്ലതും ബാധ്യതയുണ്ടോ? 10 കൊല്ലം നോമ്പ് നോൽക്കാൻ കഴിഞ്ഞിട്ടില്ല, ആരോഗ്യം അതിന് സമ്മതിച്ചിട്ടില്ല, ക്ഷീണമാണ്. പക്ഷെ ആ 10 കൊല്ലത്തെ മുദ്ദ് ബാക്കിയുണ്ട്. 10 കൊല്ലത്തെയും കൂടി നോമ്പ് നോറ്റ് വീട്ടാൻ സന്നദ്ധമാണോ? എന്നാലും വരും 1% മുദ്ദ്. നോമ്പ് വീട്ടിയാ മാത്രം പോരല്ലോ. ഓരോ കൊല്ലവും നോൽക്കാൻ കഴിയാത്തതിന്റെ പേരിൽ മുദ്ദ് കൊടുത്ത് വീട്ടിയിരുന്നെങ്കിൽ ഇത്ര ബാധ്യത വരില്ലായിരുന്നു. ഇപ്പൊ 10 കൊല്ലത്തത് ആവർത്തിച്ച മുദ്ദ് വേറെയുണ്ട്, നഷ്ടപ്പെടുത്തിയതിന്റെ മുദ്ദ് വേറെയുണ്ട്. കണക്ക് കൂട്ടിയിട്ട് അർഹരിലേക്ക് ആ മുദ്ദ് കൊടുക്കണം. എത്രയാണോ കണക്കനുസരിച്ച് നോക്കുമ്പോൾ, ഒരു വർഷത്തേത് കൂട്ടുമ്പോൾ 30 മുദ്ദാണുള്ളത്, 30 നോമ്പിന്. ഓരോ വർഷവും അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ അത് പ്രശ്നമില്ല. ഈ അടുത്തൊരു ഉമ്മ മരണപ്പെട്ടു പോയപ്പോ
ഉമ്മാന്റെ മുദ്ദ് മക്കൾ കൂട്ടി നോക്കുമ്പോ 15 വർഷത്തെ മുദ്ദുണ്ട്. നല്ല ഒരു സംഖ്യക്ക് മുദ്ദ് കൊടുക്കാനുണ്ട്. കാശ് കൊടുത്താ മതിയോ? പോരാ, മുദ്ദ് തന്നെ കൊടുക്കണം, ഭക്ഷണം തന്നെ കൊടുക്കണം. അരി ഭക്ഷണം വേവിച്ചല്ല, സാധാരണ അരി കൊടുക്കും പോലെ കണക്കാക്കിയ രൂപത്തിലുള്ള അരികൾ. ഫക്കീർ മിസ്കീൻ എന്ന 2 വിഭാഗത്തിന് മാത്രം. നാട്ടിലെ എല്ലാ ആളുകൾക്കും കുടുംബക്കാർക്കും അയൽക്കാർക്കും മൊത്തം കൊടുക്കാനുള്ളതല്ല. ഫക്കീർ മിസ്കീൻ എന്ന 2 വിഭാഗത്തിന് മാത്രം കൊടുക്കപ്പെടാനുള്ളതാണ് മുദ്ദ്. അവരെ മാത്രം തെരഞ്ഞു പിടിച്ചിട്ട് മുദ്ദിന്റെ കണക്ക് നോക്കിയിട്ട് കൊടുക്കണം. മരിച്ച കിടക്കുന്ന ആൾക്ക് ഫാത്തിഹ കൊണ്ട് മാത്രം സുഖം കിട്ടുമെന്ന് കരുതരുത്. മയ്യത്ത് നിസ്കാരം കൊണ്ട് മാത്രം ഒക്കെ പരിഹരിച്ചു എന്ന് കരുതരുത്. 70,000 തഹ്ലീൽ കൊണ്ട് ഒക്കെ റെഡിയായി എന്ന് മാത്രം കരുതരുത്. ഇഷ്ടം പോലെ ഖത്ം ഓതിയിട്ടുണ്ട് എന്നതുകൊണ്ട് മാത്രം റെഡിയായി എന്ന് കരുതരുത്. ബാധ്യതകൾ ഇവിടെ ബാക്കിയുണ്ടോ? അത് വീട്ടിയേ പറ്റൂ. 2 വർഷം കഴിഞ്ഞപ്പോ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ പരിസരത്ത് സഹോദരങ്ങളും സഹോദരിമാരും ഒരുമിച്ചുകൂടി. സ്വന്തം ബാപ്പാന്റെ മക്കള് തന്നെ, സഹോദരങ്ങള് സഹോദരിമാര്. അബ്ദുല്ലാഹിബ്നു സുബൈർ തങ്ങളോട് പറഞ്ഞു, 2 വർഷമായില്ലേ ഹക്കടപാടുകൾക്ക് കടബാധ്യതയുള്ള ആൾക്കാരെ തേടി നടക്കുന്നു. ഇനി ആരും വരാൻ സാധ്യതയില്ലല്ലോ. ഉപ്പാന്റെ സ്വത്ത് ഓഹരി വെക്കുകയല്ലേ. 2 വർഷമായിട്ടുണ്ട്. 2 വർഷവും മാറി മാറി വരുന്ന ചന്തകളിൽ വാരാന്ത ചന്തയും മാസാന്ത ചന്തയും. 6 മാസം കൂടുമ്പോ ഒരു വലിയ ചന്ത ഉണ്ടാവും. നാട്ടിലൊക്കെ കച്ചവടത്തിന് വേണ്ടി കൂടുന്നേ. അവിടെ അടക്കം അനൗൺസ്മെന്റ് ചെയ്ത് 2 വർഷത്തെ അനൗൺസ്മെന്റ് കഴിഞ്ഞിട്ടാണ് പെങ്ങന്മാരും അനിയന്മാരും ജ്യേഷ്ഠന്മാരൊക്കെ വന്നിട്ട് ചോദിക്കുന്നു, ഉപ്പാന്റെ സ്വത്തൊന്ന് വീതിക്കല്ലേ. 40 കഴിഞ്ഞിട്ടല്ല കേട്ടോ, 40, 80 കഴിഞ്ഞിട്ടല്ല, 1 ആണ്ട് കഴിഞ്ഞിട്ടല്ല, 2 ആണ്ടായി. സുബൈർ റളിയല്ലാഹുവിന്റെ മകന്റെ ഒരു സൂക്ഷ്മത നോക്ക് നിങ്ങൾ. ഷഹീദായിപ്പോയ അശറത്തുൽ മുബശ്ശറയിൽപ്പെട്ട സുബൈർ റളിയല്ലാഹുവിന്റെ മകൻ പറയുന്നത്, സ്വത്ത് നിങ്ങൾക്ക് വീതം വെച്ച് തരാനായിട്ടില്ല, 2 വർഷം കൂടി എനിക്ക് വേണം. ഇനിയും എനിക്ക് പലരെയും കാണേണ്ടതുണ്ട്. നാട്ടിൽ ഇല്ലാത്ത ചില ആളുകളുണ്ട്, പുറം നാട്ടിലാണ്. അവരിങ്ങോട്ട് വരണം, അവരോടും എനിക്ക് അന്വേഷിക്കണം. ഒരു 2 വർഷം കൂടി വീണ്ടും കുടുംബക്കാരോട് മക്കളോട് ചോദിച്ചു വാങ്ങി. പലരെയും വീണ്ടും കണ്ട് അനൗൺസ്മെന്റ് നടത്തി. എല്ലാം നിർവഹിച്ചു. 4 വർഷമാകുമ്പോഴാണ് ഉപ്പയുടെ സ്വത്തവര് വിഹിതം വെച്ചിട്ട് ഓരോരുത്തരും ഓരോ ഓഹരി എടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്. പാരത്രിക ലോകത്ത് സുബൈർ റളിയല്ലാഹു അൻഹു ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ, മദീനയിലെ ജന്നത്തുൽ ബഖീയിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ, ഇപ്പുറത്ത് ചോദിച്ചു വരാൻ കടബാധ്യതയുള്ള ആളുകളുണ്ടാകൂല. കാരണം 4 വർഷക്കാലം തന്റെ മക്കൾ അതിന് പണിപ്പെട്ട് വളരെ സൂക്ഷ്മതയോടെ ബാപ്പയുടെ കടം വീട്ടുന്ന ബാധ്യതയ്ക്ക് വേണ്ടിയിട്ട് അത്രയും പരിശ്രമങ്ങൾ നടത്തിയിട്ടത് വീട്ടിയിട്ടുണ്ട്. അതൊരു ഹക്കാണ് സഹോദരങ്ങളെ. ഹക്ക് ശരിയായ നിലക്ക് വീട്ടാതെ മുത്തഖിയാകാൻ കഴിയില്ല. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കായിട്ട് എന്ത് സ്വത്താണുള്ളത്? ഒന്നുമില്ല. പക്ഷേ പൊതു ഖജനാവിലേക്ക് വരുന്ന സ്വത്തിൽ ഒരു വിഹിതം നബിതങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. ഇസ്ലാമിക ലോകത്തേക്ക്, ബൈത്തുൽ മാലിലേക്ക്, മദീനയിലെ ട്രഷറിയിലേക്ക്, സമ്പത്ത് സൂക്ഷിക്കുന്ന കേന്ദ്രത്തിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പിറ്റത്തെ മാസം ആദ്യമായി സമ്പത്ത് വന്നത് ബഹ്റൈനിൽ നിന്നാണ്. ഇന്ന് നാം കേൾക്കുന്ന അതേ ബഹ്റൈനിൽ നിന്ന് ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നു, ബഹ്റൈനിൽ നിന്ന് മദീനയിലേക്ക് സ്വത്ത് വന്നപ്പോ അന്ന് അവിടെ ഭരണം നടത്തുന്നത് സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. മഹാനവർകൾ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി ആളുകളോട് പറഞ്ഞു, ആർക്കെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ, ബാധ്യതയായി പറഞ്ഞ വാഗ്ദാനങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അവര് വരണം. ഇവിടെ സ്വത്ത് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ അറിയിക്കുന്നത്. സ്വന്തം ഭാര്യമാരിലേക്ക്, 9 ഭാര്യമാരിലേക്ക് ആ വന്ന സ്വത്തിൽ നിന്ന് വിഹിതം അളന്ന് കൊടുക്കുന്നതിന്റെ മുമ്പ് നടത്തുന്ന അനൗൺസ്മെന്റ് ഇതാണ്.
നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബാധ്യത എന്നുള്ള വിഷയത്തിൽ അതിലെല്ലാവരും അമ്പിയാക്കളും ഔലിയാക്കളും സ്വാലിഹീങ്ങളും അത്ര ശ്രദ്ധിച്ചതാണ്. അത് ചെറിയൊരു കാര്യമായി കാണരുത്, ചെറിയൊരു വിഷയമായിട്ടും കാണരുത്. കുറെ ആൾക്കാർ മരണപ്പെട്ടു പോയി, 2 കോടിയും 3 കോടിയും 4 കോടിയും ഒക്കെ കടമായിട്ട് വീട്ടാനൊരു വകുപ്പും ഒരു കാര്യവുമില്ലാതെ ആ മരിച്ചുപോയ മനുഷ്യന്റെ കടബാധ്യത വീട്ടാൻ കുടുംബക്കാരൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് എല്ലാവരും കൂടിയിട്ടൊരു വിഹിതെടുത്തിട്ട് ആ ബാധ്യത വീട്ടിയാൽ അവരെ കുടുംബത്തിൽ അവർ ചെയ്യുന്ന ഏറ്റവും വലിയ സുഹൃത്ത് അതായിരിക്കും. ചെറിയൊരു സൽക്കർമ്മൊന്നുമല്ലത്, ചെറിയൊരു സുഹൃത്തൊന്നുമല്ലത്. കാരണം കിടക്കുന്ന ആൾക്ക് മാത്രമല്ല അതുകൊണ്ട് ഗുണം കിട്ടുന്നത്, നമുക്കടക്കം. നമ്മൾ കുടുംബബന്ധം പുലർത്തിയതിന്റെ പേരിൽ അല്ലാഹു തആല തരുന്ന ബർക്കത്തും വിശാലതക്കൊക്കെ അത് കാരണമാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് നടത്തിയപ്പോ അതാ സദസ്സിൽ നിന്നൊരാൾ എഴുന്നേറ്റ് നിൽക്കുന്നു. ആരാണെന്ന് നോക്കുമ്പോ ജാബിർ റളിയല്ലാഹു അൻഹു ആണ്. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഫാത്തിന്റെ 1 മാസം മുമ്പ് എന്നെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു, ജാബിറേ, ഇനി പൊതു ഖജനാവിലേക്ക് സ്വത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇത്രയും 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 തരാം. മുത്തുനബി തങ്ങൾ 2 കൈയും ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെയാണോ പറഞ്ഞത്? എന്നാൽ വരൂ. ജനങ്ങളൊക്കെ നോക്കി നിൽക്കേ. ദിർഹമായി വന്ന ആ വലിയൊരു ചാക്ക് അവിടെ കിടക്കുന്നുണ്ട്, ദിർഹമാണതില്. ജാബിർ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, 2 കൈയും ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ഒന്ന് വാരിയെടുത്തോളൂ. ജാബിർ റളിയല്ലാഹു അൻഹു 2 കൈയും കൂട്ടിപ്പിടിച്ചിട്ടൊന്ന് ഇങ്ങനെ വാരി പൊക്കിയെടുത്തു. പുറത്ത് വെച്ചിട്ട് പറഞ്ഞൊന്ന് എണ്ണി നോക്കണം. എണ്ണി നോക്കിയിട്ട് ചോദിച്ചു, എത്രയുണ്ട്? 500 ദിർഹം, 500 ദിർഹമുണ്ട്. 500 ഇനി അതിലേക്ക് നിങ്ങൾക്കൊരു1000 കൂടി തന്നാൽ പോരെ? കാരണം 1 കോരി 500 ആണെങ്കിൽ 3 കോരി കൂട്ടുമ്പോ 1500 ആണല്ലോ. 1500 ദിർഹം അങ്ങനെ കൊടുത്തു. പിന്നെയും ചോദിക്കുന്നു, ഇനി ആർക്കെങ്കിലും തരാനുണ്ടോ? ബൈത്തുൽ മാലിലേക്ക് ഈ സമ്പത്ത് അങ്ങോട്ട് രേഖപ്പെടുത്തുന്നതിന്റെ മുമ്പ്, കുടുംബക്കാരായ ആളുകൾക്ക് വിഹിതം വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് എനിക്ക് നിർവഹിക്കാനുള്ളൊരു ബാധ്യതയാണെന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീണ്ടും വീണ്ടും ചോദിച്ചു. ഇല്ല എന്ന് ശരിക്കൊന്ന് ബോധ്യം വന്ന ശേഷം ആ വന്ന സമ്പത്ത് പൊതുഖജനാവിലേക്ക് കൊടുക്കുകയാണ്. കുടുംബക്കാരിലേക്ക് വിഹിതം വെച്ച് കൊടുക്കുന്നു, അവർക്കുള്ള വിഹിതത്തിനനുസരിച്ച്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം മറക്കരുത്. ഒരു മനുഷ്യൻ മുത്തഖിയാകുന്നിടത്ത് അള്ളാഹുവിനോടുള്ള ഹക്കവൻ വീട്ടണം. പടച്ച റബ്ബിനോടുള്ള ഹക്ക്, അത് സാമ്പത്തികമായ നിലക്കതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞതാണ് സക്കാത്ത്. ഹക്കല്ലേ? ഹജ്ജ് ഹക്കല്ലേ? അത് വീട്ടേണ്ട രൂപത്തിൽ വീട്ടേണ്ടതുണ്ട്. അള്ളാഹുവുമായി ബന്ധപ്പെട്ട ഹക്ക് ഏതെല്ലാം ഉണ്ടോ ആ ഹക്കുകളൊക്കെ വീട്ടണം. പടച്ച റബ്ബിനോടുള്ള ബാധ്യത വീട്ടുമ്പോഴേ ഒരു മനുഷ്യന് മുത്തഖിയാകാൻ കഴിയൂ. അള്ളാഹുവിനോടുള്ള ഹക്കും അതുപോലെ തന്നെ സൃഷ്ടികളിൽ വ്യത്യസ്ത ആളുകളോട് പുലർത്തേണ്ട ബാധ്യത അതും വീട്ടേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ 11 തലങ്ങളെ എണ്ണി പറഞ്ഞിട്ടുണ്ട് അവിടെ. വബിൽ വാലിദൈനി ഇഹ്സാനൻ വബിദിൽ ഖുർബാ വൽ യതാമാ വൽ ജാരി ദിൽ ഖുർബാ വൽ ജാരിൽ ജുനുബി വസ്സാഹിബി ബിൽ ജംബി വബിനിസ് സബീലി വമാ മലകത് അയ്മാനുക്കും. അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കുന്നവരാണോ? പടച്ച റബ്ബിന് കടപ്പാടുകൾ നിർവഹിച്ച് ജീവിക്കുന്നവരാണോ? അതുമാത്രം പോരാ, സൃഷ്ടികളോടുമുണ്ട് ചില്ലറ കടപ്പാടുകൾ. അതിലാദ്യം അള്ളാഹു എണ്ണുന്നത്, എല്ലാ സ്ഥലങ്ങളിലും ആദ്യം എണ്ണിയത് അള്ളാഹുവിനോടും അള്ളാന്റെ റസൂലിനോടുമുള്ള കടപ്പാട് എണ്ണിയതിന് ശേഷം വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. ഒരു മനുഷ്യനിൽ വരുന്ന വലിയൊരു കടപ്പാടാണത്, വലിയൊരു ബാധ്യതയാണത്. അതെ, മരിച്ചു കഴിഞ്ഞാലും ഹക്ക് തീരാത്തൊരു വിഭാഗം ലോകത്തുള്ളത് മാതാപിതാക്കളാണ്. ആ രൂപത്തിൽ നമുക്ക് ബാധ്യത ബാക്കി വെച്ചു പോകുന്നവരാരുമില്ല. ബാപ്പ മരിച്ചാലും കടപ്പാട് തീരുന്നില്ല, ഉമ്മ മരിച്ചാലും ബാധ്യത തീരുന്നില്ല.
എൻ്റെ ബാപ്പയും ഉമ്മയും മരിച്ചതിന് ശേഷം ഞാൻ വല്ലതും നിർവഹിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു വന്നപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുത്തു, ഉണ്ട്. 5 എണ്ണം എണ്ണിക്കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. 5ഉം ഞാനും നിങ്ങളും നിറവേറ്റേണ്ടവരാണ്. ബാപ്പ മരിച്ചുപോയോ, ഉമ്മ മരിച്ചുപോയോ, 5 കടപ്പാടുകൾ ഇപ്പൊ നമ്മുടെ പരടിയിലുണ്ട്. ഒന്ന് അദ്ദുആഉ ലഹുമാ, ബാപ്പ ഉമ്മക്ക് വേണ്ടി നീ പ്രാർത്ഥന നടത്തണം, ദുആ ഇരക്കണം. ബാപ്പ ഉമ്മക്ക് വേണ്ടി ദ്വാർക്കണം. ദ്വാർക്കേണ്ട വചനം അല്ലാഹു പഠിപ്പിച്ചില്ലേ? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. റബ്ബേ, എന്റെ ബാപ്പക്ക് എന്റെ ഉമ്മക്ക് എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയതുപോലെ തുല്യതയില്ലാത്തൊരു സംരക്ഷണമാണത്, തുല്യതയില്ലാത്തൊരു സ്നേഹമാണത് നൽകിയത്. നിർവചിക്കാൻ എനിക്ക് കഴിയില്ല ആ സ്നേഹത്തിന്റെ വലുപ്പം എത്രയാണെന്ന്. ബാപ്പക്ക് നീ റഹ്മത്ത് ചെയ്യണം, ഉമ്മക്ക് നീ റഹ്മത്ത് ചെയ്യണം. ദുആഇന്റെ വചനം പോലും അല്ലാഹു പഠിപ്പിച്ചില്ലേ? ഇങ്ങനെ ഒരു ദുആ ചെയ്യാൻ മറ്റാർക്കാണ് അല്ലാഹു പഠിപ്പിച്ചത്? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. ജീവിതകാലത്തും അവർക്ക് ദ്വാർക്കേണ്ട ദുആ, മരണാനന്തര ജീവിതത്തിലും അവർക്ക് ദ്വാർക്കേണ്ട ദുആ എല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കുട്ടിക്കാലത്ത്, ചെറിയ ചെറുപ്പകാലത്ത് കഷ്ടപ്പാടുകളുടെ പരാതിയൊന്നും പറയാതെ, വൃത്തികേടുകളുടെ വിഷമങ്ങളൊന്നും മറ്റുള്ളവരെ അറിയിക്കാതെ, കുസൃതികളുടെ ശല്യങ്ങളൊക്കെ സഹിച്ച് എല്ലാ വിഷമങ്ങളും തരണം ചെയ്ത് ഇല്ലായ്മയുടെ ലോകത്തും ബാപ്പയും ഉമ്മയും പരിചരിച്ചത്, അത് തുല്യതയില്ലാത്തൊരു പരിചരണമാണ്, തുല്യതയില്ലാത്തൊരു സ്നേഹമാണ്. അതിനാണ് അള്ളാഹുവോട് പറയുന്നത് റബ്ബിർഹംഹുമാ. ബാപ്പയും ഉമ്മയും കിടക്കുന്നത് ഖബറിലാണ്, അവർക്ക് നീ റഹ്മത്ത് ചെയ്യണം, കരുണ ചെയ്യണം. എന്റെ ബാപ്പക്ക് എന്റെ ഉമ്മക്ക് നീ സുഖം കൊടുക്കണം. ബാപ്പക്ക് ഉമ്മക്ക് നീ റഹ്മത്ത് ചെയ്യണം. ബാപ്പക്ക് ഉമ്മക്ക് വേണ്ടിയുള്ള ദുആ ഒരു കടപ്പാടാണ്. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിപ്പറഞ്ഞത് വല്ലിസ്തിഗ്ഫാറു ലഹുമാ. പ്രാർത്ഥന കൊണ്ട് തീരൂല, അവർക്ക് വേണ്ടി പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള സുഹൃതങ്ങൾ നീ ചെയ്യണം. പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി പ്രത്യേകം അള്ളാഹുവിനോട് പറയുന്നതോടൊപ്പം ബാപ്പക്ക് ഉമ്മക്ക് പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി എന്തെല്ലാം സൽക്കർമ്മങ്ങളുണ്ടോ ആ സൽക്കർമ്മങ്ങളൊക്കെ നീ ചെയ്യണം. അത് ബാപ്പക്ക് ഉമ്മക്ക് നിന്നിൽ നിന്ന് കിട്ടുന്ന സന്തോഷമാണ്. മക്കളാകുന്ന ആളുകൾ, ആണും പെണ്ണും, ഉപ്പയിലേക്ക് ഉമ്മയിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യുന്നത്, എന്റെ ബാപ്പക്ക് നീ പൊറുക്കണേ അല്ലാ, ഉമ്മക്ക് നീ പൊറുക്കണേ അല്ലാ. വിവരക്കേട് കൊണ്ട് എന്തെങ്കിലും വന്നുപോയെങ്കിൽ അതിന്റെ പേരിൽ ശിക്ഷിക്കരുതേ അല്ലാ. മക്കളെ ദുആഇന് പ്രത്യേക സ്ഥാനം ഉണ്ട്. ഖബറാള് ചോദിച്ചില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മണവ് ചെയ്യപ്പെട്ട ഒരു ഉപ്പ, ആ ഉപ്പയുടെ അടുത്തേക്ക് മലക്കുകൾ വന്നപ്പോ മലക്കുകൾ കാണിച്ചു കൊടുത്തു, നിങ്ങൾക്ക് സന്തോഷത്തോടുകൂടെ ഇവിടെ കഴിയാം, ഇവിടെ നിങ്ങൾക്ക് ജീവിക്കാം. നിങ്ങൾക്ക് ഒരുപാട് വൈകല്യങ്ങൾ ഉണ്ടായിരുന്നു, അത് മുഴുവനും അല്ലാഹു തആല മാപ്പാക്കി തന്നിട്ടുണ്ട്. ചോദിച്ചു, ഖബറിൽ കിടക്കുന്ന ആൾ എങ്ങനെ? അതിനുത്തരം പറഞ്ഞത് ബിസ്തിഗ്ഫാരി വലദിക ലക, നിങ്ങളെ മക്കൾ നിങ്ങൾക്ക് ചെയ്ത ഇസ്തിഗ്ഫാർ കൊണ്ട് എന്നാണ്. അതിന് ചിട്ടയൊത്ത പറ്റുന്ന രൂപത്തിൽ പിടുത്തം വിടാതെ അനുസരണക്കേട് മറച്ചു വെച്ചുകൊണ്ട് ഏതായാലും ഒരു ബാപ്പ ആയില്ലേ എന്നുള്ള നിലക്ക് ഇങ്ങനെ തള്ളി നീക്കി പോകാത്ത വിധം ശരിയായ അദബിലൊക്കെ മക്കളെ വളർത്തിയാൽ അങ്ങനെ കിട്ടും. പിടുത്തം വിട്ട രീതിയിൽ വളർത്തിയാൽ നിങ്ങളെ കാലത്തിന് ശേഷം നിങ്ങളാണ് പോയി, അതേതായാലും മരിക്കണ്ടേന്നല്ലേ, മരിച്ചല്ലോ, ഞാൻ പോയല്ലോ, നമ്മളും മരിക്കാനുള്ള തന്നെ, എത്ര വലിയ വിഷയമുള്ളൊന്നുമല്ല, ആ ഭാരം കൊണ്ട് നീങ്ങി എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ കാണും. അവരങ്ങനെ അല്ല, അന്തസ്സിൽ മട്ടത്തിൽ അടിച്ചു പൊളിച്ച് ജീവിക്കും. വളർത്തേണ്ടയും ശിക്ഷണം നടത്തേണ്ടയും പാകത്തിൽ അവരെ നടത്തണം, എന്നാലേ ഇസ്തിഗ്ഫാർ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ആ ഇസ്തിഗ്ഫാർ ഒന്നും കിട്ടൂല. മക്കളിൽ നിന്നുള്ള ഇസ്തിഗ്ഫാർ കൊണ്ട് ബിസ്തിഗ്ഫാരി വലദിക ലക, നിങ്ങളെ മക്കൾ നിങ്ങൾക്ക് ചെയ്ത ഇസ്തിഗ്ഫാർ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിയത് കൊണ്ടാണ് വൈകല്യങ്ങളൊക്കെ അള്ളാഹു മാപ്പാക്കി തന്നത്.
അങ്ങനെ ഒരു റിസൾട്ട് കേൾക്കുമ്പോൾ ഒറ്റക്ക് കിടക്കുന്ന കബറാളിക്കുള്ള സന്തോഷം ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. കൂട്ടിനാരും ഇല്ലാത്ത മണ്ണറയിലാണ് ഈ ഒരു സന്തോഷം കേൾക്കുന്നത്. ഇത്രമാത്രം വലിയ സന്തോഷം ഉണ്ടാവും. ആ സന്തോഷത്തിനൊന്നും അതിരില്ല. മക്കളിൽ നിന്ന് കിട്ടുന്ന സുഹൃതങ്ങൾ അനുഭവിക്കുന്ന ബാപ്പമാരുടെ സന്തോഷം ഇമാം യാഫി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. കൂഫ നഗരത്തിൽ ഉള്ള വലിയ ഒരു ഖബർസ്ഥാന് ഞാനൊരു ദിവസം എൻ്റെ മനാമിൽ എൻ്റെ സ്വപ്നത്തിൽ ദർശിച്ചു. യാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, കൂഫയിലുള്ള വലിയൊരു ഖബർസ്ഥാനൊക്കെ ഇടക്കിടക്ക് നമ്മൾ സ്വപ്നം കാണുന്നത് നല്ലതാണ്. കുറച്ചെങ്കിലും ഞാനും നിങ്ങളൊക്കെ നന്നാകാൻ, ഞാൻ എൻ്റെ കാര്യം പറയാം, നിങ്ങളാരും എനിക്കറിയില്ല, കുറച്ചൊക്കെ നല്ലത് അതാണ്. ഖബറിലുള്ള ആൾക്കാരെ ഹാല് കാണുമ്പോഴെങ്കിലും നന്നായിക്കോളും, അല്ലാതെ എങ്ങനെ മനുഷ്യൻ നന്നാകണ്. ഖബർസ്ഥാൻ കണ്ടപ്പോ യാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, വിശാലമായ ഖബർസ്ഥാനാണ്, 1000 ചില്ലാനം വരുന്ന ആളുകളുണ്ട് ആ ഖബർസ്ഥാനിൽ, അത്രയും പഴക്കമുണ്ട്. പക്ഷേ ഖബറിന്റെ ഉള്ളിലൊന്നും ഒരാളെയും കാണാനില്ല. ഒരു ഖബറിൽ മാത്രം ഒരു മനുഷ്യൻ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ നല്ല പച്ചപ്പട്ടി വിരിച്ചാണ് ഇരിക്കുന്നത്. നല്ല സന്തോഷവാനായിട്ട് ആ മനുഷ്യൻ ഇരിക്കുന്നു. ബാക്കിയുള്ള ഖബർസ്ഥാനിലുള്ള ആളുകൾ മുഴുവനും ഖബറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വിശാലമായ ഒരു മൈതാനത്തേക്ക് എല്ലാവരും ഓടിപ്പോകുന്നു. അവിടെ കിട്ടുന്ന പലതും ഇങ്ങനെ പെറുക്കിയെടുത്ത് കൊണ്ടുപോകുന്നു. ഇമാം യാഫി റളിയല്ലാഹു അൻഹു ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന നല്ല പുഞ്ചിരി തൂകി സന്തോഷത്തോടെ ഇരിക്കുന്ന ഖബറാളിയുടെ അടുത്ത് പോയി ചോദിച്ചു, അല്ല, എന്തേ നിങ്ങൾ മാത്രം ഖബറിനുള്ളിൽ? അവരൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടല്ലോ, എന്താ നിങ്ങൾ ഇറങ്ങാത്തത്? ആ സമയത്ത് ആ ഖബറാളി പറഞ്ഞു, എനിക്ക് നല്ല സന്തോഷത്തിന്റെ പ്രസന്റേഷൻ വരാനുണ്ട്, എനിക്ക് നല്ല ഹദിയ വരാനുണ്ട്, സന്തോഷത്തിന്റെ വാഗ്ദാനങ്ങൾ, സന്തോഷത്തിന്റെ സ്വതക്കകൾ, ധർമ്മങ്ങൾ വരാനുണ്ട്. അവർക്കാർക്കും അത് കിട്ടാനില്ല എന്നാ തോന്നുന്നത്. അവരെന്താ പുറത്തുപോയി പെറുക്കിയെടുക്കുന്നത്? യാഫി ഇമാം റളിയല്ലാഹു അൻഹുവോട് അദ്ദേഹം പറയുന്നു, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുഅ്മിനീങ്ങൾക്ക് പ്രാർത്ഥന നടത്തുമല്ലോ, ആ പ്രാർത്ഥനയിൽ നിന്ന് കിട്ടുന്ന ചെറിയൊരു വിഹിതമാണ്, അല്ലെങ്കിൽ മൊത്തത്തിൽ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ആരെങ്കിലൊക്കെ നൽകുന്നതിൽ നിന്ന് കിട്ടുന്ന വിഹിതമാണ് അവരാ പെറുക്കിയെടുക്കുന്നത്. നിങ്ങൾക്കോ? എനിക്ക് ഡയറക്റ്റായി എന്നും ഹദിയ കൊടുത്തേക്കാൻ എനിക്കൊരു മകനുണ്ട്. കൂഫ നഗരത്തിലാണ് ആ മകനുള്ളത്. അവൻ കച്ചവടക്കാരനാണ്, താജിറാണ്. പക്ഷേ എന്റെ മകൻ ഹാഫിളാൻ, ഖുർആൻ മുഴുവനും ഹിഫ്ലാക്കിയ മോനാണ്. നിശ്ചിത വിഹിതം ഖുർആനിൽ നിന്നുള്ള ഭാഗം എന്നും ഓതിയിട്ട് എന്റെ അടുത്തേക്ക് അവൻ ഹദിയ ചെയ്യും. അതുകൊണ്ട് എനിക്കിവിടെ സന്തോഷത്തോടെ ഇരുന്നിട്ട് 2 കൈകളും നീട്ടിയിട്ടത് സ്വീകരിക്കാം. എനിക്ക് പുറത്തിറങ്ങി പെറുക്കേണ്ട ആവശ്യം ഇല്ല. ബാക്കിയുള്ളവർക്കൊക്കെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ദ്വാരക്കുമ്പോ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്, എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്ന ദുആഇന്റെ വിഹിതം അതാണ് അവരൊക്കെ പെറുക്കിയെടുക്കുന്നത്. എനിക്കതിന്റെ ആവശ്യമില്ല. ഞാൻ നട്ടു വളർത്തിയ എൻ്റെ ഒരു മോന്, ആ മോന് സുന്ദരമായി ഖുർആനിന്റെ ഒരു ഭാഗം കൃത്യമായി എന്നും ഓതിയിട്ട് എനിക്ക് ഹദിയ ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെ സന്തോഷത്തോടെ ഇരുന്നത് സ്വീകരിക്കുന്നുണ്ട്. എനിക്ക് കണ്ടില്ലേ എന്തൊരു സന്തോഷമാണ്. വിരിച്ചു തന്നിരിക്കുന്നത് അല്ലാഹു സ്വർഗത്തിലെ പച്ചപ്പട്ടാണ് എനിക്ക് വിരിച്ചു തന്നിരിക്കുന്നത്. പ്രയാസങ്ങളും വിഷമങ്ങളും ഒന്നുമില്ല. നല്ല സന്തോഷത്തോടുകൂടാ ഉപ്പത് പറയുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ഇമാം യാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, സുബ്ഹിന്റെ മുമ്പ് ഞാൻ ഞെട്ടി ഉണർന്നു. കണ്ട കാഴ്ച ഞാൻ ഒരുപാട് നേരം ചിന്തിച്ചുപോയി. ഒരു ഖബർസ്ഥാനിന്റെ രംഗമാണല്ലോ ഞാൻ കണ്ടത്. ഒരു ഉപ്പ മാത്രം സന്തോഷത്തോടെ തനിക്ക് കിട്ടുന്ന ഹദിയകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നതല്ലേ ഞാൻ കണ്ടത്. വല്ലാത്ത സന്തോഷമുണ്ട്. ആ ഉപ്പാന്റെ ആ മകനെ ഒന്ന് പോയി കാണണം. യാഫി ഇമാം റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് പോയി. കൂഫ നഗരത്തിൽ കച്ചവടം ചെയ്യുന്ന ആളുകളെയൊക്കെ പരിശോധിച്ചപ്പോ ഹൽവ കച്ചവടം ചെയ്യുന്നൊരു ചെറുപ്പക്കാരനുണ്ട്. അദ്ദേഹത്തിന്റെ പണി ഹൽവ കച്ചവടമാണ്. ആ കടയുടെ അടുത്ത്
ബഹുമാനപ്പെട്ട ഇമാം യാഫി റളിയല്ലാഹു അൻഹു കുറച്ചു നേരം നിന്നു. അദ്ദേഹം ആരോടും കൂടുതൽ സംസാരിക്കുന്ന പ്രകൃതം ഇല്ല. ആളുകൾ വരുന്നു, വേണ്ട സാധനങ്ങൾ ആവശ്യപ്പെടുന്നു, തൂക്കിക്കൊടുക്കുന്നു, കാശ് വാങ്ങുന്നു. യാഫി ഇമാം റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരന്റെ മുഖത്തേക്ക് നോക്കുമ്പോ ചെറുപ്പക്കാരനെന്തോ സ്വകാര്യമായി ഇങ്ങനെ ചൊല്ലുന്നത് കാണുന്നുണ്ട്. പുറത്തേക്കൊന്നും വേർതിരിയുന്നില്ല. ചുണ്ടനങ്ങുന്നുണ്ട്, എന്തോ ഒന്ന് മന്ത്രിക്കുന്നുണ്ട്. കൂടുതൽ ആരോടും സംസാരിക്കാൻ നിൽക്കുന്നില്ല. സലാം പറയുന്നു, മടക്കുന്നു. ചോദിക്കുക ആളുകൾ ആവശ്യങ്ങൾ പറയുന്നു, എടുത്തു കൊടുക്കുന്നു, കാശ് വാങ്ങുന്നു. പിന്നെയും പിന്നെയും ഇരുന്നിട്ട് അങ്ങനെ മന്ത്രിക്കുന്നു. യാഫി ഇമാം റളിയല്ലാഹു അൻഹു കട അടക്കുന്ന നേരം വരെ കുഫാ നഗരത്തിലൂടെ കറങ്ങി പലരെയും കണ്ട് വീണ്ടും അവിടെ എത്തി. ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, ഞാൻ നേരത്തെ ഇവിടെ വന്ന് നിങ്ങളെ വീക്ഷിച്ചിരുന്നു. ആരോടും ഒന്നും സംസാരിക്കാതെ കച്ചവടത്തിൽ നിങ്ങൾ മുഴുകുന്നത് കാണുന്നുണ്ട്. എന്തോ നിങ്ങൾ ചൊല്ലുന്നത് ഇടക്ക് ഞാൻ കണ്ടല്ലോ. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഒന്നുമല്ല, എന്റെ ഉപ്പ കുറച്ച് മാസങ്ങളായി എന്റെ ഉപ്പ മൺമറഞ്ഞു പോയിട്ട് അന്ന് മുതൽ എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരമാകുന്നതിനിടക്ക് എന്റെ ഉപ്പാന്റെ ഹളറത്തിലേക്ക് ഒരു ചെറിയ ഭാഗം ഖുർആനിൽ നിന്ന് ഓതി അത് ഉപ്പയിലേക്ക് ഹദിയയാക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അത് നിർവഹിക്കാൻ തടസ്സം വരണ്ടാന്ന് കരുതിയിട്ടാണ് സംസാരത്തിലൊന്നും ഏർപ്പെടാതെ കച്ചവടത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ഓതി മുന്നോട്ട് പോകുന്നത്. ഇന്നും ഓതിയോന്ന് ചോദിച്ചു. ഇന്നും ഓതാനുള്ളത് ഓതി. ഇന്നലെ ഓതിയോ? ഇന്നലെ ഓതി. ആ ഓതുന്ന കണക്കും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് യാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളെ ഉപ്പയെ ഇന്നലെ ഞാൻ കണ്ട കൂട്ടത്തിൽ നിങ്ങളെ ഉപ്പയെ കണ്ടെനിക്ക് വലിയ സന്തോഷം തോന്നി. ഈ നാട്ടിൽ 1000-ത്തിലധികം വരുന്ന ആൾക്കാരെ മറവ് ചെയ്തിരിക്കുന്ന വലിയ ഖബർസ്ഥാൻ, അത് അല്ലാഹു തആല എനിക്കൊന്ന് കാണിച്ചു തന്നപ്പോൾ നിങ്ങളെ ഉപ്പ മാത്രമുണ്ട്. നല്ല സന്തോഷത്തോടെ ഇരുന്ന് ഹദിയകളൊക്കെ ഇങ്ങനെ സ്വീകരിക്കുന്നു. എന്തൊരു സന്തോഷാന്നറിയും. ബാക്കിയുള്ള ആളുകളൊക്കെ പുറത്തിറങ്ങിയിട്ട് പൊതുവായിട്ട് ആരോ ഹദിയാക്കി അതൊക്കെ പെറുക്കിയെടുത്തവര് അവരെ ഖബറിലേക്ക് അങ്ങനെ മടങ്ങുന്നു. അങ്ങനത്തെ ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. ഉപ്പയെപ്പറ്റി പറഞ്ഞപ്പോൾ ആ മകൻ വിതുമ്പിക്കരഞ്ഞു. ഉപ്പ ക്ഷീണം അനുഭവിച്ചതും തന്നെ പഠിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടതും ജീവിതത്തിലുള്ള കഷ്ടപ്പാടുകൾ സഹിച്ച് പോറ്റി വളർത്തിയതും എല്ലാം അനുസ്മരിച്ചുകൊണ്ട് ആ മകൻ പറഞ്ഞു, എന്റെ ഉപ്പ നല്ല സ്നേഹമുള്ള ഉപ്പയായിരുന്നു. ഞങ്ങളെ പഠിപ്പിക്കുന്നതിലും വളർത്തുന്നതിലും ശിക്ഷണം നടത്തുന്നതിലും വളരെയധികം ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തിരുന്ന പിതാവായിരുന്നു. ഇതെല്ലാം ഉപ്പയെപ്പറ്റി പറഞ്ഞു. യാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, പിന്നെയും കുറെ ദിവസം കഴിഞ്ഞിട്ട് അതേ ഖബർസ്ഥാന് ഞാൻ ഒന്നുകൂടി സ്വപ്നത്തിൽ ദർശിച്ചപ്പോ ആ ഉപ്പയടക്കമുള്ളവർ ഖബറിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരൊറ്റ ഖബറിലും ആളുകളെ കാണുന്നില്ല. ഞാൻ ചിന്തിച്ചു, പടച്ചോനെ, ഡയറക്റ്റായി ഖുർആനൊന്നും ഓതിയിട്ട് ഹദിയയാക്കിയിരുന്ന ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടുപോയോ? ആ ഖബറിൽ കഴിയുന്ന ഉപ്പഴും പുറത്തേക്ക് വന്നിട്ടുണ്ടല്ലോ. ഒരാളും ഖബറിന്റെ ഉള്ളിൽ കാണാനില്ലല്ലോ. പിറ്റേന്ന് കൂഫാ നഗരത്തിൽ ഞാൻ എത്തിയപ്പോ യാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, ചെറുപ്പക്കാരൻ കച്ചവടം നടത്തിയിരുന്ന ഹൽവ ബസാർ, ഹൽവ വിറ്റിരുന്ന സ്ഥലം അടച്ചുപൂട്ടിക്കിടക്കുന്നുണ്ട്. ആളുകളോട് അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞു, 2 ദിവസം മുമ്പ് ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടുപോയി. മക്കള് ജീവിച്ചിരിക്കുമ്പോൾ മാതാപിതാക്കളെ ഹദ്റത്തിലേക്ക് വരുന്ന ഹദിയ അത് വല്ലാത്തൊരു സന്തോഷമാണ്. അവരോതുന്ന ഖുർആനും അവർ നിസ്കരിക്കുന്ന നിസ്കാരവും അവർ ചെയ്യുന്ന ദാനധർമ്മങ്ങളും എല്ലാ സുഹൃതങ്ങളുടെയും ഒരു വലിയ പങ്ക് അത് ബാപ്പയിലേക്കും ഉമ്മയിലേക്കും എത്തുന്നതാണ്. സഹോദരങ്ങളെ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കളുടെ ഇസ്തിഗ്ഫാർ കാരണം ബാപ്പക്ക് വലിയ സന്തോഷം കിട്ടി എന്ന വിഷയം പറഞ്ഞപ്പോ ഖബറിന്റെ ഉള്ളിൽ കഴിയുന്ന മനുഷ്യന് പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു തരാനുള്ള കാരണമായി കണ്ടത് സ്വന്തം മക്കളുടെ ഇസ്തിഗ്ഫാറാണ്. അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞത്, അൽ ഇസ്തിഗ്ഫാറു ലഹുമാ,
മാതാപിതാക്കൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടണം. മൂന്നാമത്തെ ഹക്ക് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇൻഫാദു അഹദിഹിമാ, അവരുടെ വാഗ്ദാനങ്ങൾ നിറവേറ്റണം. ഉപ്പ എന്താണോ വാഗ്ദത്തം ചെയ്തത്, ഉമ്മ എന്താണോ വാഗ്ദാനം ചെയ്തത്, അത് ചെറുതും വലുതും ഉണ്ടാകാം. ഘട്ടം ഘട്ടമായി പരിശ്രമിച്ചിട്ടത് നിർവഹിക്കണം, നിറവേറ്റണം. വാഗ്ദാനങ്ങളൊന്നും കുറക്കരുത്. മാതാപിതാക്കളുടെ വാഗ്ദത്തങ്ങൾ അത് വലിയ വാഗ്ദത്തങ്ങളാണ്. അതിനുവേണ്ടി കുടുംബത്തിന്റെ അവസ്ഥ പോലും മാനിച്ച് നമ്മുടെ ജീവിതം പാകപ്പെടുത്തേണ്ടി വരും. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ ഷഹീദായപ്പോ ജാബിർ റളിയല്ലാഹു അൻഹുവിന് 9 പെങ്ങന്മാർ, ചെറിയ പെൺകുട്ടികളായിട്ട് 9 സഹോദരിമാരുണ്ട്. ആ 9 സഹോദരിമാരെ പരിചരിക്കാനെന്ന വിധം ജാബിർ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് അവരെയൊക്കെ നോക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു വിധവയായ സഹോദരിയെയാണ്. മധുര 17കാരിയായ നല്ല ചൊങ്കും ചൊറുക്കുമുള്ള ജീവിതത്തിന്റെ സുഖങ്ങളും മധുർപ്പങ്ങളുമൊക്കെ സംഭാവന ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചെറുപ്പക്കാരിയെ കല്യാണം കഴിക്കുന്നതിന് പകരം കുറച്ചുകൂടി പ്രായം തോന്നിക്കുന്ന മക്കളെ എല്ലാവരെയും ഒന്ന് നോക്കി വളർത്തിക്കൊണ്ടു നടക്കാൻ പറ്റുന്ന, സഹോദരിമാരെ നിയന്ത്രിക്കാൻ പറ്റുന്ന നല്ലൊരു ചെറുപ്പക്കാരിയെ നോക്കിയിട്ടാണ് കല്യാണം കഴിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ വിഷയം പറഞ്ഞപ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് നല്ലതാണ്, അള്ളാഹു നിങ്ങളെ കുടുംബത്തിൽ ബറക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തു കൊടുത്തു. നിങ്ങൾ നോക്ക്, ഉപ്പയില്ല ഉമ്മയില്ലാത്ത സന്ദർഭത്തിൽ സ്വന്തം സഹോദരിമാര് വെറുതെയാകരുത്. അവരെ ശുശ്രൂഷിക്കാനും മേൽനോട്ടം നടത്താനും പറ്റുന്ന രീതിയിൽ കുടുംബജീവിതം തന്നെ പാകപ്പെടുത്തിയെങ്കിൽ സ്വന്തം ഉപ്പയോടും ഉമ്മയോടുമുള്ള സ്നേഹത്തിന്റെ ഭാഗമാണത്. സുബ്ഹാനല്ലാഹ്, പാപ്പയോടും ഉമ്മയോടുമുള്ള കടപ്പാടുകൾ, ബാധ്യതകൾ നിറവേറ്റണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 4ാമതായി പഠിപ്പിച്ചു വൈക്റാമു സ്വദീഖിഹിമാ, ബാപ്പാന്റെ ഉമ്മാന്റെ സുഹൃത്തുക്കളെ ബഹുമാനിക്കണം. ബാപ്പാന്റെ കൂട്ടുകാർ, ഉമ്മാന്റെ കൂട്ടുകാരികൾ, അങ്ങനെ കുറെ ആളുകളുണ്ടായിരുന്നു. നമ്മളെ നാട്ടിലൊക്കെ അത് ബഹുമാനിക്കാൻ വേണ്ടി നിലനിർത്തി വന്നിരുന്ന ഒരു സുഹൃതമായിരുന്നു ആണ്ട് എന്ന് പറയുന്നത്. വലിയുല്ലാഹിന്റെ ആണ്ടല്ല പറഞ്ഞത്, ഓരോരുത്തരുടെയും വീട്ടിലാണ്ട്. പക്ഷേ പല വീടുകളിലും ആണ്ട് അവസാനിച്ചു, സമാപിച്ചു. ചില വീടുകളിൽ 1, ചില വീടുകളിൽ 2 വർഷം കഴിഞ്ഞു പിന്നെ ബാപ്പാനെ മറന്നു. പിന്നെ പരിപാടിയൊക്കെ വരുമ്പോൾ ബാപ്പാക്ക് വേണ്ടി തീർക്കാൻ ഒരു 500, ഒരു 150, ഒരു 200 ഇങ്ങനെ കൊടുക്കും. എല്ലാ വർഷവും അവരുടെ സമ്പത്തിന്റെ ആ വരുമാനത്തിലും വിഹിതത്തിലുമാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു കാഴ്ചപ്പാടും ഒരു ചിന്തയും നമ്മിൽ നിന്ന് അസ്തമിച്ചു പോയി. നിങ്ങളൊന്ന് കണക്കൂട്ടിയൊക്കെ, ബാപ്പ മരിച്ചിട്ട് 40 കൊല്ലം, 25 കൊല്ലം, 30 കൊല്ലമൊക്കെ ആയവരുണ്ടാകും. ആണ്ട് നടത്തിയത് ആകെ 2, 1, 3 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ബാപ്പയിലേക്ക് ഉമ്മയിലേക്ക് കൊടുക്കേണ്ട ഒരു ബഹുമാനമാണ് അവരെ കൂട്ടുകാരികളെ ബഹുമാനിക്കുക എന്നുള്ളത്. ബാപ്പയുടെ ഒപ്പം പഠിച്ച ആൾക്കാർ, ഉമ്മാന്റെ ഒപ്പം പഠിച്ച കൂട്ടുകാരികൾ, ഒപ്പം ജോലി ചെയ്ത കൂട്ടുകാരുണ്ടാകും ഉപ്പാന്റെ ഒപ്പം. അവരൊക്കെ ആദരിച്ച് ബഹുമാനിക്കുന്ന ഒരു സ്വഭാവം ഉപ്പയോടും ഉമ്മയോടുമുള്ള കടപ്പാട് വീട്ടുന്ന ഭാഗമാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കും. അത് ചെറിയൊരു സംഗതിയല്ലല്ലോ. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പ്രഗത്ഭനായ ഒരു സഹാബി വര്യനാണ്. അദ്ദേഹം ഒരു വഴിക്ക് യാത്ര തിരിക്കുമ്പോ, ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോ വഴിയിൽ വെച്ച് ഒരു അറാബി, ഒരു പാവപ്പെട്ട മനുഷ്യനൊന്ന് കൈ കാണിച്ച് വണ്ടി നിർത്തി. എന്തേന്ന് ചോദിച്ചു. ഒന്നുമില്ല, നിങ്ങളൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കൈ കാണിച്ച് നിർത്തിയതാണ്. എന്താ പരിചയപ്പെടേണ്ട ആവശ്യം? പരിചയപ്പെടേണ്ട ആവശ്യമുണ്ട്. നിങ്ങളെ ഉപ്പ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇല്ലേ, അദ്ദേഹം എന്റെ ഉപ്പാന്റെ കൂട്ടുകാരനായിരുന്നു എന്ന് പറഞ്ഞു. അറാബി അത് പറഞ്ഞപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വാഹനത്തിൽ നിന്ന് താഴെ ഇറങ്ങി. അങ്ങനെയാണോ? അപ്പൊ ഉപ്പാന്റെ കൂട്ടുകാരന്റെ മോനാണ് ഈ നിൽക്കുന്നത്. ഉപ്പാനോട് ബഹുമാനം പാലിക്കുന്നതിന്റെ ഭാഗമാണ് കൂട്ടുകാരന്റെ മകനെ ബഹുമാനിക്കുക എന്നുള്ളത്.
ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തോളിൽ കിടന്നിരുന്ന നല്ല വിലപിടിപ്പുള്ള ഒരു ഷാള് അതങ്ങനെ തന്നെ ഊരിയിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ അണിയിച്ചു കൊടുത്തു, നല്ല സന്തോഷപൂർവം. കണ്ടു നിൽക്കുന്ന ആളുകൾ പറഞ്ഞു, ഇത്രയും വിലപിടിപ്പുള്ള ഷാള് കൊടുക്കണ ഒരു അറാബിയല്ലേ, ഒരു ദിർഹമോ കൊടുത്താൽ പൊന്നുപോലെ നെഞ്ചിലേക്ക് ചേർത്തി കൊണ്ടുപോകും, ഒരു പാവം മനുഷ്യനാണ്, ഒരു ദിർഹമോ 2 ദിർഹമോ ഒക്കെ കൊടുത്താൽ പോരെ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പോരാ, അദ്ദേഹത്തിന്റെ ഉപ്പ എന്റെ ഉപ്പാന്റെ സുഹൃത്തായിരുന്നു, കൂട്ടുകാരനായിരുന്നു. അപ്പൊ ഈ അറാബിയോട് എനിക്ക് ബന്ധം കൂടുതൽ ഉണ്ട്. അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത് എന്റെ ഉപ്പയെ ബഹുമാനിക്കുന്നതിന് തുല്യമാണ്. എന്റെ ഉപ്പാന്റെ കൂട്ടുകാരന്റെ മോനല്ലേ, എന്റെ ഉപ്പാന്റെ കൂട്ടുകാരനെ സുഹൃത്തുക്കളെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ് അവരെ മക്കളെ ബഹുമാനിക്കുക എന്നത്. ഇക്റാമു സ്വദീഖിഹിമാ 4ാമതായി എണ്ണി പഠിപ്പിച്ചതാണ്. ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികളിലേക്കല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയോടുള്ള സ്നേഹം കാരണം ആടിനെ അറുത്തിട്ട് കഷ്ണങ്ങളാക്കി വിഹിതം വെച്ചിട്ട് ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികളിലേക്കാണ് അത് കൊടുത്തയച്ചിരുന്നത്. അത് ഖദീജ റളിയല്ലാഹു അൻഹയോടുള്ളൊരു സ്നേഹബന്ധമാണ്. സഹോദരങ്ങളെ, അവരുടെ സ്വന്തം ഭാര്യമാരുടെ കൂട്ടുകാരികൾ, ഭാര്യമാരുമായി ഒരുപാട് വിഷയങ്ങളിൽ ബന്ധമുള്ള ആളുകളാണ്. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച ഒരു സ്നേഹബന്ധമാണത്. ആടിനെ അറുത്ത് മാംസം കഷ്ണങ്ങളാക്കിയിട്ട് ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികളിലേക്ക് കൊടുത്തയച്ചിരുന്നു, ഖദീജ ബീവിയോടുള്ളൊരു സ്നേഹബന്ധത്തിന്റെ പേരിൽ. അങ്ങനെ ഒരു സ്നേഹബന്ധം പുലർത്തുന്നത് ഇസ്ലാമിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, ഉപ്പയുടെ കൂട്ടുകാരെ, ഉമ്മയുടെ ചങ്ങാതിമാരെ ബഹുമാനിക്കുക. 5ാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ബാപ്പ മുഖേന ഉമ്മ മുഖേന ചേർക്കപ്പെടുന്ന ചില ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങൾ ചേർക്കലും ഉപ്പയോടും ഉമ്മയോടും നിർവഹിക്കുന്ന ബാധ്യതകളിൽ പെട്ടതാണ്. മരണത്തിന് ശേഷം ഉപ്പാന്റെ കുടുംബം ഉമ്മാന്റെ കുടുംബം 2 കുടുംബമുണ്ടല്ലോ. 2 കുടുംബക്കാരിലും ഉള്ള ബന്ധുക്കളോട് ബന്ധം പുലർത്താൻ ഉപ്പയായിരുന്നു കാരണം, ഉപ്പയില്ല. ഉമ്മാന്റെ കുടുംബക്കാരോട് ബന്ധം പുലർത്താൻ ഒരു കാരണം ഉമ്മയായിരുന്നു, ഉമ്മയില്ല. ഇപ്പൊ ആ കുടുംബക്കാരോട് അവരുടെ സ്ഥാനത്ത് ബന്ധം പുലർത്തേണ്ടത് നമ്മളാണ്. അതേ, ഇന്നമിൻ അബരിൽ ബിർരി അയ്യസിലർ റജുലു ഉദ്ദ അബീ, ചെയ്യുന്ന ഗുണത്തിൽ നല്ലൊരു ഗുണമാണ് ബാപ്പയുടെ ബന്ധുക്കളോട് സ്നേഹബന്ധം പുലർത്തുന്നത്, ഉമ്മയുടെ ബന്ധുക്കളോട് സ്നേഹബന്ധം പുലർത്തുന്നത്. മരണാനന്തര ശേഷം ബാപ്പക്ക് ഉമ്മക്ക് നിർവഹിക്കേണ്ട ബാധ്യതകൾ ബാക്കി നിൽക്കുന്നതാണിത്. നിങ്ങൾ നോക്ക്, ഈ പറഞ്ഞ ബാധ്യതകളൊക്കെ നമ്മുടെ മരണം വരെ നിലനിൽക്കുന്ന ബാധ്യതകളാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. 1 വർഷം കൊണ്ട് തീരുന്നതോ 2 വർഷം കൊണ്ട് തീരുന്നതോ 10 വർഷം കൊണ്ട് തീരുന്നതോ അല്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ കടമകൾ, കടപ്പാടുകൾ എണ്ണിയപ്പോ മാതാപിതാക്കളെ ആദ്യമായി എണ്ണിയത് വബിൽ വാലിദൈനി ഇഹ്സാനാ. മാതാപിതാക്കളോട് സ്നേഹബന്ധം പുലർത്തണം. മാതാപിതാക്കളോട് സ്നേഹബന്ധം കുറവാണെങ്കിൽ ഒരു മനുഷ്യൻ നല്ലവനാകുന്നതിൽ അതൊരു കുറവ് തന്നെയാണ്. മാതാപിതാക്കളോട് സ്നേഹബന്ധം എപ്പോഴും കാത്തു സൂക്ഷിക്കണം. ബാപ്പാനോടും ഉമ്മാനോടും സ്നേഹബന്ധം, സേവനബന്ധം, ബഹുമാനത്തിന്റെ ബന്ധം അത് കാത്തു സൂക്ഷിക്കണം. ബാപ്പാന്റെ അടുത്തും ഉമ്മാന്റെ അടുത്തും എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടാൻ മാത്രം ഉണ്ട് എന്ന വകുപ്പിൽ മാത്രമല്ല സ്നേഹബന്ധം. ഒന്നും അവരിൽ നിന്ന് നമുക്ക് ലഭിക്കാനില്ലെങ്കിലും സ്നേഹബഹുമാന ബന്ധത്തിനൊരു കുറവുണ്ടാകാൻ പാടില്ല. എന്തിനാ അങ്ങനെ പറഞ്ഞെന്നറിയോ? ഇപ്പൊ മക്കള് നല്ല നിലക്ക് ജീവിച്ചോട്ടെ എന്ന് കരുതിയിട്ട് ചില ഉപ്പമാരൊക്കെ ആ ബാപ്പയുടെ പറമ്പിൽ തന്നെ 4 മക്കളാണെങ്കിൽ 4 മക്കൾക്കും 25 സെന്റ് വീതം അങ്ങോട്ട് സന്തോഷത്തോടെ അവർക്ക് വീട് കെട്ടാൻ കൊടുത്ത് റെഡിയാക്കി അവർക്ക് രജിസ്റ്ററായി കൊടുത്ത് നിങ്ങൾ നല്ലോണം മട്ടത്തിൽ ജീവിച്ചോളൂ. പിന്നെ ഈ ബാപ്പ കാൽപന്ത് കളിക്കാരുടെ കാലിലെ പന്തായി മാറാൻ പാടില്ല. ബാപ്പ ഒരു വീട്ടിൽ വന്നിരിക്കുമ്പോഴേക്ക് ബാപ്പ നിങ്ങൾ ഇവിടെ മാത്രം ഇരുന്നാൽ ഓൽക്കും പരാതി ഉണ്ടാവൂലേ, ഒന്ന് അവിടെയും പോയിരുന്നോളി എന്ന് പറയാൻ പാടില്ല. അത് ബാപ്പയുടെ ഇഷ്ടാനുസരണം. ആ 4 വീട്ടിലും യഥേഷ്ടം
എവിടെയാണോ താമസിക്കാൻ തോന്നുന്നത് അവിടെ താമസിക്കാം. എത്രയും എത്ര നിന്നാലും ബാപ്പയെ ഇഷ്ടം പോലെ നോക്കണം. വെറുപ്പിന്റെ ഒരു പ്രകൃതമോ ഒരു പെരുമാറ്റമോ ഒരു സ്വഭാവദൂഷ്യമോ ഒന്നും വരാൻ പാടില്ല ബാപ്പയോടും ഉമ്മയോടും. വലിയ വലിയ മഹാന്മാരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ച് പാകപ്പെടുത്തിയത് ആ ഒരു വിഷയത്തിലല്ലേ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള സ്വഹാബിയല്ലേ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒതുക്കിയത് ഒരു ഉമ്മാന്റെ പേരിലാണ്, ഉമ്മയുടെ വിഷയത്തിലാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാക്ക് ആ മോനല്ലാതെ വേറൊരു മോനും ഇല്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനാണെങ്കിൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം യുദ്ധത്തിന് പോകാൻ വല്ലാത്ത ആഗ്രഹം. അതിന് വാഹനം റെഡിയാക്കി പോകാനുള്ള സാമഗ്രികളൊക്കെ ഒരുക്കി. പക്ഷേ ഉമ്മയുടെ സമ്മതമില്ലാതെ പോകാൻ പറ്റുമോ? ഇല്ല. ഉപ്പ ഇല്ലല്ലോ, ഉപ്പ മരണപ്പെട്ടു പോയി, ഉമ്മാന്റെ സമ്മതം വേണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ഉമ്മ പറയുന്നു, മോനെ നീ അങ്ങ് പോയാൽ ഞാൻ ഇവിടെ ഒറ്റക്കാകൂലേ, ആരും ഇല്ലല്ലോ എനിക്ക് കൂട്ടിന്, അതുകൊണ്ട് മോനിപ്പോൾ പോകേണ്ടതില്ല. പക്ഷെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആവേശത്തിലാണ്, പോയേ പറ്റൂ എന്നുള്ള തീരുമാനത്തിലാണ്. വീണ്ടും വീണ്ടും ഉമ്മയോട് സമ്മതമാക്കുന്നു. ഉമ്മ അവസാനം പറഞ്ഞു, മോനെ ഞാനല്ല നിനക്ക് പാലൂട്ടി വളർത്തിയത്. അവസാനം ഉമ്മ പറഞ്ഞൊരു വാക്കാണത്, ഞാനല്ലടാ മോനെ നിനക്ക് പാലൂട്ടി വളർത്തിയത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വാഹനത്തിൽ ഇങ്ങനെ റെഡിയായി ഒക്കെ ഒരുക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹളറത്തിൽ ചെന്ന് ഇറങ്ങിയ ഉടനെ തന്നെ തങ്ങൾ ചോദിച്ചു, അല്ല അബൂ ഹുറൈറ, തന്ന പാല് വരെ ഉമ്മ ഓർമ്മപ്പെടുത്തിയിട്ടും വാഹനക്ക് റെഡിയാക്കി ഇങ്ങോട്ട് പോന്നിരിക്കാണോ എന്ന് ചോദിച്ചു. നിങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പാലൂട്ടിയ പാല് വരെ ഓർമ്മപ്പെടുത്തിയില്ലേ, എന്നിട്ടും വന്നിരിക്കാണോ നിങ്ങൾ എന്റെ കൂടെ വരാൻ പാടില്ല, എന്റെ കൂടെ നിങ്ങളെ കൊണ്ടുപോകുന്ന വിഷയം ഇല്ല. ഉമ്മാന്റെ സമ്മതം അത് വല്ലാത്തൊരു പൊരുത്തമാണ്, ഉപ്പാന്റെ സമ്മതം വല്ലാത്തൊരു പൊരുത്തമാണ്. ബാപ്പാന്റെയും ഉമ്മാന്റെയും സമ്മതത്തിന് കാത്തു നിൽക്കാതെ പോകാൻ പറ്റിയ ഒരു വിഷയം ഉണ്ടെങ്കിൽ അത് ഇൽമു പഠിക്കുക. അതിനവര് തടസ്സം നിന്നാല് ബാപ്പാന്റെയും ഉമ്മാന്റെയും പെർമിഷന് കാത്തു നിൽക്കേണ്ടതില്ല. ഇൽമു പഠിക്കുക എന്നുള്ള വിഷയത്തിന് മാത്രം കേട്ടോ, അതൊരു പുകമറയാക്കിയിട്ട് അതിന്റെ അപ്പുറത്തെ വേറെ വിഷയങ്ങളിലേക്കൊന്നും ബാധകല്ല. അതുകൂടി ചേർത്ത് പറയണം. ഇപ്പൊ പറയേണ്ടി വന്ന ഇൽമു പഠിക്കുക എന്നുള്ള വിഷയത്തിന് ബാക്കിയുള്ള വിഷയങ്ങൾക്കൊക്കെ സമ്മതം വേണം. വർത്തമാനകാലത്ത് ചോദിക്കുന്ന ചോദ്യമല്ലേ, നമ്മളൊക്കെ ഫ്രീഡം അല്ലേ, അധികാരല്ലേ, അവകാശം. ഓരോരുത്തരൊക്കെ പറയണ അവകാശങ്ങൾ കേട്ടാല് അല്ലോ, മുഴുവൻ ഭരണഘടനയും കലക്കി കുടിച്ചിട്ടാണ് ഈ അവകാശ വർത്താനൊക്കെ വന്ന് വായിക്കുന്നതെന്ന് തോന്നും. ഞാനൊരു ഇന്ത്യൻ പൗരനായി മാറില്ല. എൻ്റെ പൗരത്വത്തിന്റെ മഹിമം ഗരിമയൊക്കെ പറഞ്ഞാൽ എനിക്ക് ഏതും സെലക്ട് ചെയ്തുകൂടെ, എനിക്ക് എവിടുന്ന് എങ്ങനെ വിവാഹം ചെയ്തുകൂടെ, എന്താ ഓരോരുത്തരുടെ വർത്തമാനങ്ങളൊക്കെ. ആ വർത്തമാനം കേട്ടാ വിചാരിച്ചും ഭരണഘടന തിരുത്തി എഴുതിയിട്ട് ഇവര് പറയുമ്പോൾ എന്തെങ്കിലും ഭരണഘടന എഴുതിയിട്ട് വേണം സ്വർഗത്തിലേക്ക് ആളെ ചേർക്കാനും തോന്നും. മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഒരു വിഷയത്തിൽ പങ്കെടുക്കാൻ വേണ്ടി, ഗസ്വത്തിൽ പങ്കെടുക്കാൻ വേണ്ടി 800 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് യാത്ര ചെയ്തു വന്നൊരു സഹാബി, യമനിൽ നിന്ന് മദീനയിലേക്കുള്ള ദൂരമാണ് ആ പറഞ്ഞത് 800 കിലോമീറ്റർ. യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് മദീനയിലെത്തി. എന്തിനാ വന്നതെന്ന് വെച്ചു, തങ്ങളോടൊപ്പം നാളെ കഴിഞ്ഞ് മറ്റന്നാൾ പോകുന്ന കൂടെ യാത്രയിൽ പോരാനാണ്. അഹയ്യുൻ വാലിദാക്, ബാപ്പയും ഉമ്മയും ഹയാത്തിലുണ്ടോ? ഉണ്ട്. വീട്ടിൽ നിന്ന് നിങ്ങൾ ഇറങ്ങുമ്പോൾ അവരുടെ അവസ്ഥ എന്താണ്? സ്വഹാബി പറഞ്ഞു, നബിയേ, വാതിലിന്റെ ഭാഗത്ത് വന്ന് വാഹനത്തിൽ ഞാൻ ഇങ്ങനെ കയറി യാത്രയാക്കുമ്പോ രണ്ടുപേരും കരഞ്ഞു നബിയേ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇർജി ഇലൈഹിമാ, നിങ്ങൾ തിരിച്ചു പോകണം, ഉപ്പയിലേക്ക് ഉമ്മയിലേക്ക് മടങ്ങിപ്പോകണം. എന്നിട്ട് ഫൽഹഖുഹുമാ, അവരെ സന്തോഷിപ്പിക്കണം, അവരെ നിങ്ങൾ സന്തോഷിപ്പിക്കണം. ഫഇന്ന ഫീ റിളൽ വാലിദൈനി റിളല്ലാഹ്, അള്ളാഹുവിന്റെ പൊരുത്തം മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ്.
അതിന് നിങ്ങൾ കുറവ് വരുത്തരുത്, നിങ്ങൾ എന്റെ കൂടെ വരരുത്, തിരിച്ചു പോകണം. അത്രയും കഷ്ടപ്പാട് സഹിച്ച് തിരിച്ചു വന്ന ആ സ്വഹാബിയെ, ഇത്രയും ഒരുങ്ങി വന്ന സ്വഹാബിയെ യമനിലേക്ക് മടക്കിയെങ്കിൽ, തിരിച്ചെങ്കിൽ, ഓ സഹോദരിമാരെ, ചെറുപ്പക്കാരികളെ, നമ്മുടെ ഈ ചെറിയ ജീവിതത്തില് കൂട്ടുകാരികളുടേതോ മറ്റു ഏതെങ്കിലും ആളുകളുടേതോ ജൽപ്പനങ്ങൾ കേട്ടിട്ട് അള്ളാഹു നമുക്ക് തരുന്ന ശരീരത്തിലെ രക്തത്തിളപ്പിന്റെ ഭാഗമായി ഒരു തീരുമാനം എന്ന നിലക്ക് മുന്നോട്ട് തീരുമാനം വെച്ച് ഉപ്പ പറഞ്ഞതും ഉമ്മ പറഞ്ഞതും അംഗീകരിക്കാതെ വൈവാഹിക ജീവിതത്തിനോ അതുപോലെ തന്നെ മറ്റേതെങ്കിലും ജീവിതത്തിനോ സ്വാതന്ത്ര്യം അന്വേഷിച്ച് മറ്റൊരു വഴിയിലേക്ക് നമ്മൾ പോകുമ്പോ നമ്മൾ പോയി കയറുന്നത്, നമ്മൾ പോയി തുടങ്ങുന്നത്, ചിന്തിക്കണം, അള്ളാഹുവിന്റെ പൊരുത്തമില്ലാത്ത, പടച്ച റബ്ബിന്റെ പ്രീതി ലഭിക്കാത്ത ഒരു മേഖലയാണെന്ന് ആലോചിക്കണം. ഉപ്പയുടെയും ഉമ്മയുടെയും ഒരു കണ്ണീരിന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ച വല. ഇത്രയും ദൂരം നടന്നു വന്നല്ലോ, തങ്ങളത് നോക്കിയില്ല. കഷ്ടപ്പാട് സഹിച്ചല്ലോ, നോക്കിയില്ല. എന്റെ കൂടെ വരാനല്ലേ എന്ന് തങ്ങൾ നോക്കിയില്ല. ഉപ്പയും ഉമ്മയും കരഞ്ഞു എന്നുള്ള വിഷയം പറഞ്ഞപ്പോഴേക്ക് ഫർജി ഇലൈഹിമാ ഫദ്ഹഖുമാ, മടങ്ങിപ്പോകണം, എന്നിട്ട് നീ അവരെ സന്തോഷിപ്പിക്കണം. മിക്ക നേരത്തും ജന്നത്തുൽ ബഖീൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഉപദേശങ്ങളിൽ ഒരു ഉപദേശമാണ്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും, വൃദ്ധസദനത്തിൽ പാർക്കുന്ന 2-3 ഉമ്മമാരുടെ കണ്ണീരൊലിച്ച വർത്തമാനങ്ങൾ. ആ ഉമ്മമാര് പറയുന്നെന്താണെന്നറിയോ? ആ കൂട്ടത്തിൽ ഒരു ഉമ്മ പറയുന്നത്, 68 വയസ്സ് പ്രായമുള്ളൊരു ഉമ്മ, സഹോദരങ്ങളെ, പൊന്നുപോലെ 2 കൈയിലും എടുത്തിട്ട് കൊണ്ടു നടക്കേണ്ട ഒരു ഉമ്മ പറയുന്നത്, എനിക്കൊരാണും ഒരു പെണ്ണും ഉള്ളത്, 2 പേരും ഉദ്യോഗസ്ഥന്മാരാണ്, 2 പേർക്കും മാസം സാലറി കിട്ടുന്നുണ്ട് 60ഉം 70ഉം ഒക്കെ. പക്ഷേ കഴിഞ്ഞ മാസം വരെ 2 തവണയും 3 തവണയും അവർ ഫോൺ ചെയ്തിരുന്നു. ഈ ഒരു മാസം അവർ തീരെ വിളിച്ചിട്ടില്ല. ഇതാലോചിച്ചിട്ടാണ് ആ ഉമ്മ പൊട്ടിക്കരയുന്നത്. ഇത്രയും ഉയർന്ന സാലറി കിട്ടാൻ വേണ്ടി ആ മക്കളെ പഠിപ്പിച്ച ഈ ഉമ്മാക്ക് ലാസ്റ്റ് ഈ കരച്ചിലിന്റെ ഒരു ദുർഗതിയാണ് സമ്മാനമായി കൊടുക്കാനുണ്ടായത്. ഞെട്ടിക്കുന്ന വാർത്തകളല്ലേ നമ്മൾ കഴിഞ്ഞ വർഷം കേട്ടതൊക്കെ. കഴിഞ്ഞ വർഷം കേട്ടത് മകനും മകളും ഡോക്ടർ, ഉമ്മ മരിച്ചു, ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വന്നപ്പോ ഇവിടെ പേഷ്യന്റ് ഉണ്ട്, നാളെ ഉച്ചയാകുമ്പോഴേക്ക് അങ്ങോട്ട് എത്താം. സ്വന്തം ഉമ്മയുടെ ഡെഡ് ബോഡിയുടെ അടുത്തേക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുന്ന ഡോക്ടറോട് രോഗികളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഉന്നതനായ ഡോക്ടർ കൊടുക്കുന്ന മറുപടിയാണത്. എന്റെ അഭിപ്രായ പ്രകാരം പ്രതിഷേധം മുന്നോട്ട് വെച്ചുകൊണ്ട് ഒറ്റ കുട്ടി ആ ഡോക്ടറെ കാണാൻ പോകാൻ പാടില്ല എന്നാണ്. സ്വന്തം ഉമ്മയോട് നന്ദിയില്ലാത്ത ഒരാൾ ആരെ ചികിത്സിക്കാൻ, എന്ത് ചികിത്സിക്കാൻ, എന്ത് മാറ്റാൻ? സ്വന്തം ബാപ്പയോട് നന്ദിയില്ലാത്തവൻ സമൂഹത്തിൽ എന്ത് സമുദ്ധാരണം നടത്താൻ? ആണിന്റെ പക്കന്ന് കിട്ടിയ മറുപടിയും പെണ്ണിന്റെ പക്കന്ന് കിട്ടിയ മറുപടി രണ്ടും ഒരേ മറുപടി. ഡെഡ് ബോഡി 2 ദിവസമാണ് ഹോസ്പിറ്റലിൽ കാത്തു സൂക്ഷിച്ചത്, മോർച്ചറിയില്. മക്കളെ കാത്തു കഴിഞ്ഞ ഡെഡ് ബോഡി സ്വന്തം ഉമ്മാൻ്റെത്. ഒന്ന് ആലോചിച്ച് നോക്കി സഹോദരങ്ങളെ, സഹോദരിമാർ, എന്തൊരു വേദനയാണിത്. വൃദ്ധസദനത്തിൽ 68 വയസ്സ് പ്രായമുള്ള ആ ഉമ്മാന്റെ കണ്ണീരിങ്ങനെ കണ്ടിട്ട് എത്ര നേരം ആലോചിച്ച് നമ്മൾ വിതുമ്പിപ്പോയി, കരഞ്ഞുപോയി. ഒരു ഉമ്മാന്റെ കണ്ണീരാണിത്. ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്ന് ബാപ്പയും ഉമ്മയും കരഞ്ഞു എന്നൊരൊറ്റ കാരണം പറഞ്ഞിട്ട് പോകണ്ടെന്ന് വാപ്പിയും പറഞ്ഞിട്ടില്ല. നിങ്ങൾ വരുമ്പോ അവരെ അവസ്ഥ എങ്ങനെയെന്ന് ചോദിച്ചപ്പോ അവർ കരഞ്ഞു എന്ന് പറഞ്ഞപ്പോഴാണ് മടക്കി വിട്ടത്. ഉമ്മാന്റെ ഉപ്പാന്റെ കണ്ണുനീരിന് ഇത്രയും വില നൽകിയ വേറെ ആരെങ്കിലും ഉണ്ടോ? നമ്മളൊക്കെ നിസ്കരിക്കുന്ന നിസ്കാരം അല്ലാഹുത്തആലക്കുള്ള ഇബാദത്തല്ലേ? നമ്മളൊക്കെ നിസ്കരിക്കുന്ന മറ്റു നിർവഹിക്കുന്ന വിഷയങ്ങളൊക്കെ അള്ളാഹുവിനുള്ള ഇബാദത്തല്ലേ? നോമ്പാകട്ടെ, നിസ്കാരമാകട്ടെ, ഹജ്ജാകട്ടെ, ഏത് വിഷയമാകട്ടെ, ആ ഇബാദത്ത് അല്ലാഹുത്തആല സ്വീകരിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല വെച്ച ഒരു മാനദണ്ഡം ഒന്നേ ഉള്ളൂ. എന്താണ് ആ മാനദണ്ഡം? അനിഷ്കുർലി വലിവാലിദൈക്, എനിക്ക് നീ ശുക്ർ ചെയ്യണം,
എന്റെ കൂടെ ശുക്രിലേക്ക് അല്ലാഹു തആല ചേർത്തിപ്പറഞ്ഞത്, അള്ളാഹിന്റെ കൂടെ ചേർത്തിപ്പറഞ്ഞത് ആകെ ഒരു വിഭാഗത്തെയാണ്, മാതാപിതാക്കളെ. മാതാപിതാക്കൾക്ക് നന്ദിയില്ലാത്തവന്റെ ശുക്ർ അള്ളാഹുവിന് വേണ്ട, അള്ളാഹുവിന്റെ പക്കലത് സ്വീകാര്യമേ അല്ല. ഈ ഭൂവിധാനത്തിൽ എത്ര ശുക്ർ അള്ളാഹ്ക്ക് ചെയ്താലും ബാപ്പക്ക് ഉമ്മക്ക് ഷാക്കിറല്ലേ, അല്ലാഹു തആലാക്ക് നിന്റെ ശുക്ർ വേണ്ട. പടച്ച റബ്ബിനുള്ള നിന്റെ ശുക്രാകണമോ, മാതാപിതാക്കൾക്ക് നന്ദി ബോധമുള്ളവനാകണം, മാതാപിതാക്കൾക്ക് നന്ദി ബോധമുള്ളവനാകണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം സന്ദർശിച്ചൊരു മാസമാണ് ഈ റജബ് മാസം. മറന്നോ നിങ്ങള്? റജബ് മാസത്തിൽ സ്വർഗം സന്ദർശിച്ചപ്പോ അതേ മദീനയിലുള്ള പല സ്വഹാബിമാരെയും സ്വർഗലോകത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്. റളിയല്ലാഹുവിനോട് പറഞ്ഞില്ലേ, ഉമറേ നിങ്ങളെ സ്വർഗം ഞാനിങ്ങനെ കണ്ടപ്പോ ആ സ്വർഗത്തിന്റെ പൂമുഖത്തതിന്റെ മുറ്റത്ത് ആ സ്വർഗത്തിന് നിങ്ങൾക്ക് സേവനം ചെയ്യുന്ന സർവന്റ് ആയിട്ടുള്ള തരുണീമണിയായ ഒരു പരിചാരക അതിന്റെ മുറ്റത്ത് പൂക്കളിലൂടെ ഇങ്ങനെ ആ പൂക്കൾ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തലോടിയിട്ട് ഇങ്ങനെ നടക്കുന്നത് ഞാൻ കണ്ടു. നിങ്ങളെ പേരിൽ എഴുതി വെച്ച സ്വർഗമാണ്. ഞാൻ നോക്കുമ്പോ ഒന്നങ്ങനെ കയറാൻ നോക്കുമ്പോ എനിക്കൊരു ചെറിയ പേടി കൊണ്ട് ഞാനിങ്ങനെ വിട്ടുനിന്നു. നിങ്ങളെങ്ങാനും ചോദിച്ചാലോ, ഞാൻ സമ്മതം തരാതെ നിങ്ങൾ കയറിയോ എന്നിട്ടൊരു ചോദ്യം. റളിയല്ലാഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, ആ അലൈക അഗാറു, തങ്ങളോട് ഞാൻ ദേഷ്യം വെക്കുവോ നബിയെ? എന്റെ സ്വർഗത്തിലേക്ക് തങ്ങൾ കാലെടുത്ത് വെക്കുന്ന എനിക്ക് സന്തോഷല്ലേ നബിയെ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിലെ ഉയർന്ന സ്വർഗമാണ് ഫിർദൗസ്. ഫിർദൗസ് ഞാൻ ഇങ്ങനെ ഒന്ന് ചുറ്റിക്കാണുമ്പോ ഫിർദൗസിൽ ഞാനൊരു സ്വഹാബിയെ കണ്ടു, ബഹുമാനപ്പെട്ട ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു. ഫിർദൗസിലൂടെ ഇങ്ങനെ ഖുർആൻ ഓതി നടക്കുന്നുണ്ട്. ജന്നത്തുൽ ഫിർദൗസിലൂടെ ഖുർആൻ ഓതിയിട്ട് ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു അങ്ങനെ നടക്കുന്നുണ്ട്. മദീനയിൽ ജീവിച്ചിരിക്കുന്ന സ്വഹാബിയെ പറ്റിയാ പറഞ്ഞത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കദാലിക്കൽ ബർറു, അപ്രകാരമാണ് ഗുണം ചെയ്യുന്നവർക്ക് അല്ലാഹു നൽകുന്നത്. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, കാന അബർറ ബി ഉമ്മിഹി, ആ ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു സ്വർഗത്തിലെത്താനുള്ള കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഉപ്പമാരെ ഉമ്മമാരെ, കാന അബർറ ബി ഉമ്മിഹി, ഉമ്മയോട് കൂടുതൽ പൊരുത്തം ചെയ്ത, ഉമ്മയോട് കൂടുതൽ ഗുണം ചെയ്ത സ്വഹാബിയായിരുന്നു. ബദരീങ്ങളിൽപ്പെട്ട മഹാനാണ്. ബദറിൽ പങ്കെടുത്തു എന്നുള്ള മഹത്തല്ല നബി തങ്ങൾ പറഞ്ഞത്. ഉഹദീങ്ങളിൽപ്പെട്ട മഹാനാണ്. ഉഹദിൽ പങ്കെടുത്തു എന്നുള്ള മഹത്തല്ല പറഞ്ഞത്. വേറെയും ഒരുപാട് ഗുണങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊന്നുമല്ല തങ്ങൾ പറഞ്ഞത്. തങ്ങൾ പറഞ്ഞത് കാന അബർറ ബി ഉമ്മിഹി. അത് വല്ലാത്തൊരു സ്ഥാനം തന്നെയാണ്. ഉമ്മാന്റെയും ഉപ്പാന്റെയും പൊരുത്തം അല്ലാഹു നൽകുമാറാകട്ടെ. ഒരൊറ്റ വാക്കിൽ പൊരുത്തക്കേട് വാങ്ങരുത്. ഒരൊറ്റ പ്രവർത്തനത്തിൽ പൊരുത്തക്കേട് വാങ്ങരുത്. ഒരു വാക്കിന്റെ പൊരുത്തക്കേടുമായിട്ടാണോ നടക്കുന്നത്? നിങ്ങൾ നിർവഹിക്കുന്ന നിസ്കാരാദി കർമ്മങ്ങൾ, അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ, സാമൂഹ്യ ബാധ്യതകൾ മുഴുവനും അല്ലാഹു തആല സ്വീകരിക്കണമെങ്കിൽ ഒരൊറ്റ വിഷയം നിങ്ങളെ മുന്നിൽ ബാക്കിയുണ്ട്. പാപ്പാന്റെയും ഉമ്മാന്റെയും ആ പൊരുത്തക്കേട് തീർത്ത് പൊരുത്തം വാങ്ങണം. അല്ലാതെ നടക്കൂല, അല്ലാതെ കാര്യം നടക്കൂല. നിങ്ങൾ നോക്ക്, ഞാൻ നേരത്തെ പറയില്ല, ശുഹദാ ഇനി എത്രമാത്രം വലിയ സ്ഥാനാണ് അല്ലാഹു തആല കൊടുത്തത്. പക്ഷെ നാളെ നമ്മൾ ആഖിറത്തിലെത്തുമ്പോ കാണാനുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. അവിടെ സ്വർഗവും നരകവും അല്ലാത്തൊരു ലോകമുണ്ട് ആഖിറത്തില്. അതിന്റെ പേരാണ് അറാഫ്. ഖുർആനിലൊരു സൂറത്ത് തന്നെ ഉണ്ട് അറാഫ്. സ്വർഗവും അല്ല നരകവും അല്ല, വബൈനഹുമാ ഹിജാബ്. സ്വർഗത്തിനും നരകത്തിനും ഇടക്ക് ഒരു മറയുണ്ട്. സ്വർഗത്തിന്റെ സുഖവുമില്ല, നരകത്തിന്റെ ബുദ്ധിമുട്ടുമില്ല. അങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്. നരകക്കാര് നരകത്തിൽ വെച്ച് ആഗ്രഹിക്കുന്നത് ആറാഫിലേക്കെങ്കിലും ഞങ്ങളൊന്ന് കൊണ്ടുവരുന്നെങ്കിൽ എന്നാണ്. സ്വർഗക്കാര് സ്വർഗത്തിൽ വെച്ച് ആഗ്രഹിക്കുന്നത് ഒരിക്കലും ആറാഫിലേക്കോ മറ്റു ഭാഗങ്ങളിലേക്കോ ഞങ്ങളെ തിരിക്കാതിരുന്നത് അള്ളാഹു ഞങ്ങളോട് ചെയ്ത വലിയ അനുഗ്രഹമാണ് എന്നാ സ്വർഗക്കാര് പറയുന്നത്. ആറാഫിലുള്ള ആളുകളെ നരകത്തിന്റെ ഭാഗത്തേക്ക് ഒന്നല്ലാഹു ഇങ്ങനെ തിരിച്ചു വച്ചാൽ അവര് പറയും, റബ്ബനാ ലാ തജ്അൽനാ മഅൽ ഖൗമിൽ ളാലിമീൻ. നരകത്തിൽ കിടക്കുന്നവർ മുഴുവനും അക്രമികളാണ്. ആ അക്രമികളോടൊപ്പം ഞങ്ങളെ നീ ചേർക്കരുത് അല്ലാ
ഈ അറാഫിൽ ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ആളുകൾ അറാഫിലുണ്ട്. അറാഫിൽ താമസിക്കുന്ന വിഭാഗങ്ങളിൽ ഒരു വിഭാഗം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു ശുഹദാക്കളാണ്, രക്തസാക്ഷികൾ. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി രക്തം ചിന്തിയവർ. അവരെങ്ങനെ അറാഫിലെത്തി? നരകത്തിലേക്ക് അവരെ ഏതായാലും വലിച്ചേക്കാൻ കഴിയൂലല്ലോ, ശുഹദാക്കളല്ലേ. സ്വർഗത്തിൽ പോകാൻ മാത്രമുള്ള പവറും ഇല്ല. എന്തേ കാരണം? ഉപ്പാന്റെ ഉമ്മാന്റെ സമ്മതമില്ലാതെ ജിഹാദിന് പോയിട്ട് ഷഹാദത്ത് വാങ്ങിയവരാണ്. ബാപ്പാന്റെയും ഉമ്മാന്റെയും ഒരു സമ്മതത്തിന്റെ കുറവ് കൊണ്ട് സ്വർഗപ്രവേശനം മുടങ്ങിയിട്ട് അറാഫിലേ എത്തിയിട്ടുള്ളൂ. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ദുനിയാവിൽ ജീവിക്കുമ്പോ നേടിയെടുക്കേണ്ട പൊരുത്തം, മക്കളെ കൊണ്ടാണെങ്കിലും പേരമക്കളെ കൊണ്ടാണെങ്കിലും നേടിയെടുക്കേണ്ട ഒരു പൊരുത്തത്തിന് ഒരു കുറവുണ്ടാകരുത്. ബാക്കി ഏത് മേഖലകളിൽ ഉയർന്ന മെച്ചം വെച്ച മുന്നോട്ട് നിന്ന ആളാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ വീക്കുണ്ടോ, അതൊരു വീക്ക്നെസ് തന്നെയാണ്. അല്ല, ഷഹാദത്ത് കിട്ടിയ ആൾക്ക്, ഷഹീദായ ആൾക്ക് എത്രമാത്രം വലിയ മഹത്തുണ്ട്. ഹിസാബും കൂടി ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുവന്നു പോകുന്നവരല്ലേ ശുഹദാക്കള്. അവർക്ക് മീസാൻ, ഹിസാബില്ല, വിചാരണയില്ല, കാര്യങ്ങളൊന്നുമില്ല. ഇത്രയും വലിയ സ്ഥാനം കിട്ടിയ ആളുകൾ സ്വർഗത്തിലേക്ക് എത്താതെ വഴിമുട്ടിപ്പോയി. പാപ്പാന്റെ ഉമ്മാന്റെ ഒരു സമ്മതത്തിന്റെ കുറവ്, അത് ചെറിയൊരു കാര്യമായിട്ട് ഗണിക്കരുത്, വലിയൊരു വിഷയമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഇബാദത്തിനോട് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിടത്ത് മുഴുവനും വബിൽ വാലിദൈനി ഇഹ്സാന. രണ്ടാമതായി അള്ളാഹു ചേർത്തി പറയുന്നത് മാതാപിതാക്കൾക്കുള്ള സേവനം, ഗുണം, അത് ചുരുക്കരുത്, അത് കുറക്കരുത്. അത് കുറച്ചാൽ അത് കാണാനുണ്ടാകും എവിടെയും, അതുണ്ടായാലുള്ള രൂപത്തിലുണ്ടാകും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറിയൊരു മഹത്വമൊന്നല്ലല്ലോ ആ വിഷയത്തിൽ പഠിപ്പിച്ചത്. തങ്ങളുടെ അവസാനത്തെ ഖുതുബ ഹജ്ജത്തുൽ വദായിൽ വെച്ച് ഖുതുബ നിർവഹിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് തങ്ങൾ നടത്തിയ ഒരു ഖുതുബയിലാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനെ പരാമർശിക്കുന്നത്. ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു സ്വഹാബിയല്ല, പക്ഷേ മഹത്വം പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പ്രത്യേകം പറഞ്ഞു, നിങ്ങൾക്ക് കാണാനുള്ള ഒരു അവസരം കിട്ടുകയാണെങ്കിൽ, ഉവൈസ് ബിൻ ആമിർ തങ്ങളെ കാണാൻ അവസരം കിട്ടുകയാണെങ്കിൽ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യണം. കൈപിടിച്ചിട്ട് അള്ളാഹുവിലേക്ക് നിങ്ങൾ ദ്വാർപ്പിക്കണം. ദുആഇന് ഉത്തരം കിട്ടുന്ന മഹാനാണ്. എന്താ കാരണം പറഞ്ഞത്? ലഹു വാലിദ വഹുവ ബിഹാ ബർറുൻ. മാതാവുണ്ട്, പിതാവ് ചെറുപ്പത്തിലെ വഫാത്തായി പോയി, ഒരു മാതാവുണ്ട്. മാതാവിന് തികഞ്ഞ മോനാണ്, പൊരുത്തുള്ള മോനാണ്. ഉമ്മാന്റെ ആ ഒരു പൊരുത്തം, ആ ഒരു സമ്മതം, ആ ഒരു ക്ലിയർ ആയിട്ടുള്ള ആ ഒരു വിഷയം വാക്ക് പോലെ അംഗീകരിച്ചിട്ട് കിട്ടിയ ഒരു സ്ഥാനാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ അങ്ങേയറ്റം കൊതിയുള്ള മഹാനായിരുന്നു. അന്ന് യമനിൽ താമസിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലുണ്ട്. ഉമ്മയോട് സമ്മതം ചോദിച്ചപ്പോ കിട്ടിയ ഒരു സമ്മതം, ഇമാം കല്ലൂബി ആ ചരിത്രം ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. ഒരു സമ്മതം കിട്ടി. എങ്ങനെ ഉമ്മ സമ്മതം കൊടുത്തത്? മോനെ സുർഹു ഫീ ബൈതിഹി വഅദു സരീഅ. ഉമ്മ കൊടുത്ത സമ്മതത്തിന്റെ വാക്കങ്ങനെയാണ്, വീട്ടിൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണം, പെട്ടെന്ന് നീ തിരിച്ചു വരണം, വൈകരുത്. നമ്മളോടൊക്കെ ഉമ്മ പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞാൽ എത്ര പെട്ടെന്ന് എന്നാണ് കണക്കൂട്ടേണ്ടത്? അത്രയും പെട്ടെന്ന് എന്നാണ്. അല്ല, നമ്മളെ മുറാദുകൾ, ഉദ്ദേശങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള പെട്ടെന്ന് എന്നല്ല പറഞ്ഞിട്ടത്. ഉമ്മ ഉദ്ദേശിക്കുന്ന പെട്ടെന്ന് എന്നാണ് അതിന്റെ അർത്ഥം. ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു സന്തോഷം ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ വന്നൊരു നേരമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പറ്റുമല്ലോ. തങ്ങളെ മുഅ്മിനായിട്ട് തങ്ങളോടൊപ്പം ഒരു ലഹള ഒരുമിച്ച് കൂടാൻ ഭാഗ്യം കിട്ടിയാൽ ഔലിയാക്കളിൽ ഒന്നാമത്തെ മെമ്പർ സ്ഥാനത്തെത്തിപ്പോയി ആള്. കാണണമെന്നില്ല, ഒരു ഹദീസും റിപ്പോർട്ട് ചെയ്യണമെന്ന് ഷർത്തില്ല. മുഅ്മിനായ നിലക്കൊരു ലഹള, ഒരു സെക്കൻഡ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒന്ന് ഒരുമിച്ച് കൂടാൻ കഴിയുക, അത്ര വലിയ ഭാഗ്യം ദുനിയാവിൽ വേറെന്താ ഉള്ളത്? ആഗ്രഹിച്ചിട്ട് സന്തോഷിച്ചിട്ട് വാഹനം എടുത്തിട്ട് പെട്ടെന്ന് പുറപ്പെട്ടു യമനിൽ നിന്ന് മദീനയിലേക്ക്. മദീനയിലെത്തിയ മഹാനവറുകൾ അന്വേഷിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് വീട്ടിലാണ്. കാരണം വീട്ടിൽ പോയി കാണാനാണ് ഉമ്മാന്റെ അനുവാദം, വേറെ എവിടെയും പോയി കാണാൻ ഉമ്മാന്റെ പെർമിറ്റ് ഇല്ല. അന്വേഷിച്ചപ്പോ പറഞ്ഞു ഫീ ബൈത്തി ആയിഷ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് ഇന്ന്. ബഹുമാനപ്പെട്ട ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പോകുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന്
ഒരു ഖാദിമ് പുറത്തേക്ക് വന്നിട്ട് പറയുന്നു, ഇതുവരെ വീട്ടിലുണ്ടായിരുന്നു, കുറച്ചു നേരം മുമ്പ് വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട്, ഇനി കുറച്ചുകൂടി സമയം കഴിഞ്ഞിട്ടേ തിരിച്ച് വീട്ടിലേക്ക് വരൂ. ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു, വേറെ എവിടെയും പോയി കാണാൻ ഉമ്മാന്റെ സമ്മതമില്ലല്ലോ, പെട്ടെന്ന് മടങ്ങി വരണമെന്നല്ലേ ഉമ്മ പറഞ്ഞത്. ഞാൻ ഇവിടെ ഇനിയും നിൽക്കുകയാണെങ്കിൽ രണ്ടാമത്തെ നിർദ്ദേശത്തിന് എതിരാകും. അതേ വാഹനം തിരിച്ചു വിട്ട് നേരെ യമനിലേക്ക് വന്നു. അക്ഷരം പ്രതി ഉമ്മ പറഞ്ഞത് അനുസരിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ കഴിഞ്ഞില്ല. താബിഉകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ള താബിഉകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്ത് ജീവിച്ചിട്ട് തങ്ങളെ കാണാൻ കഴിയാത്ത താബിഉകളാണ്. അതിൽപ്പെട്ട മഹാനാണ് ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു. ഉവൈസ് ബിൻ ആമിറിനെ കണ്ടാൽ കൈപിടിക്കാൻ പറഞ്ഞത് ആരോടാണ്? അവരെക്കാളും സ്ഥാനമുള്ള ആളോടല്ലേ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എത്ര ഹജ്ജ് ചെയ്തിട്ടുണ്ട്? 10 ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട്. 10 ഹജ്ജിനും വരുമ്പോ ചോദിക്കുന്ന ഒരു ചോദ്യം, അഫീക്കും ഉവൈസ് ബിൻ ആമിർ, അഫീക്കും ഉവൈസ് ബിൻ ആമിർ, യമൻകാരെ നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് ഉണ്ടോ? ഉവൈസ് എന്ന ചെറുപ്പക്കാരനുണ്ടോ? അധിക വർഷവും ഇല്ലാന്ന് മറുപടി കിട്ടി. ഒരു വർഷം പറഞ്ഞു. ഒരാൾ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ എല്ലാ വർഷവും ഇത് ചോദിക്കുന്നത്? ഞങ്ങളോടൊപ്പം ഒരു ഉവൈസ് വന്നിട്ടുണ്ട്. ആ ഉവൈസ് എവിടെയെന്ന് ചോദിച്ചപ്പോ മരുഭൂമിയിൽ ആടിനെയും ഒട്ടകങ്ങളെയും മേയ്ക്കുന്നിടത്തുണ്ട്, ഞങ്ങളോടൊപ്പം ഹജ്ജിന് വന്നതാണ്. അലി റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹും തെരഞ്ഞു പിടിച്ചു പോയി നോക്കുമ്പോ ആടുകളെയും ഒട്ടകങ്ങളെയും മേയ്ക്കുന്നതിന്റെ ഒരു ഭാഗത്ത് അവരെ മേയ്ക്കാൻ വിട്ടിട്ടുണ്ട്, ഇപ്പുറത്ത് നിസ്കരിക്കുന്നുണ്ട്. സലാം പറഞ്ഞു, സലാം മടക്കിയിട്ട് നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോ മറുപടി എന്താ പറയുന്നത് എന്നറിയോ? നേരെ നമ്മളൊക്കെ ഉത്തരം പറയും പോലെ പേര് പറയുന്നില്ല. അനഅബ്ദുലില്ലാ, ഞാൻ അള്ളാഹുവിന്റെ ഒരു അടിമയാണ്. അതേ, യമനിൽ നിന്ന് ഇങ്ങോട്ട് വന്ന അള്ളാഹുവിന്റെ ഒരു പാവപ്പെട്ട അടിമയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനും നിങ്ങളൊക്കെ അള്ളാന്റെ അടിമ തന്നെയാണ്. പക്ഷേ ചോദിച്ചത് ആ പേരല്ല, ഉമ്മ വിളിച്ചൊരു പേരില്ലേ, ആ പേരാണ് ചോദിക്കുന്നത്. അപ്പൊ തിരിച്ചു ചോദിച്ചു, ഇതെന്തിനാ നിങ്ങൾ അന്വേഷിക്കുന്നത്? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ചോദിക്കുന്ന ആള് അമീറുൽ മുഅ്മിനീനാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ഉമർ റളിയല്ലാഹു അൻഹു ആണ് എന്ന് കേട്ടപ്പോ ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഒന്ന് ശ്രദ്ധ മാറ്റിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിക്കുന്നു, കൈ പിടിച്ച് മുസാഫഹത്ത് ചെയ്യുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് ആരാന്നറിയോ? സിഹ്റുൽ മുസ്തഫ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമകനാണ്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. അവരെയും കൈപിടിക്കുന്നു. ഇനി നിങ്ങൾ പറയൂ, നിങ്ങളെ പേരെന്താണ്? എന്തിനാ നിങ്ങളിത് ചോദിക്കുന്നത്? എന്റെ പേര് ഉവൈസി എന്നാണെന്ന് അവസാന ഘട്ടത്തിൽ പറഞ്ഞപ്പോ ഒന്നുകൂടി പറഞ്ഞു, നിങ്ങളെ ശരീരത്തിൽ മുഴുവനും വെള്ളപ്പാണ്ടിന്റെ രോഗമുണ്ടായിട്ട് 1 ദിർഹമിന്റെ വലുപ്പത്തിൽ ബാക്കിയുണ്ടോ? അതേ, 1 ദിർഹമിന്റെ വലുപ്പത്തിൽ ചെറിയൊരു അടയാളം ബാക്കി കണ്ടപ്പോ നിങ്ങൾ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞ ഉവൈസ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്തു തരണം, അല്ലാതെ നിങ്ങളെ വിടൂല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് വഫാത്തിന്റെ മുമ്പ് ഒരു പ്രസംഗത്തിൽ പറഞ്ഞതാണ്, അലൈക്കും ഉവൈസ് ബിൻ ആമിർ മഅംദാദിൻ മിൻ അഹ്ലിൽ യമൻ, യമനിൽ നിന്ന് വരുന്ന സന്നദ്ധ സേനയോടൊപ്പം സംഘങ്ങളോടൊപ്പം ഉവൈസ് ബിൻ ആമിർ വരും. അങ്ങനെ വന്ന് കണ്ടാൽ കൈപിടിച്ച് ദുആ ചെയ്യിപ്പിക്കണം. എന്താ മഹത്വം പറയാൻ കാരണം? സഹോദരങ്ങളെ, ഉമ്മക്ക് ഖിദ്മത്ത് ചെയ്തിട്ട് ഉമ്മാന്റെ പൊരുത്തം വാങ്ങിയ ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു, ആ ഒരൊറ്റ പൊരുത്തമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്തിക്കാൻ കാരണം. ഈ ഹദീസുകളും ആയത്തുകളൊക്കെ ഓതിക്കൊടുക്കുമ്പോഴേ നമ്മളെ ആൾക്കാരെ മനസ്സിലുണ്ടാകും, ഉസ്താദെ നിങ്ങൾ ആ പറഞ്ഞ ഉമ്മാനെ പോലെയും ബാപ്പാനെ പോലെയും ഒന്നുമല്ല നമ്മളെ വാപ്പിയമ്മയും. പിന്നെ അത് വാപ്പിയമ്മ ആണും പെണ്ണു തന്നെയല്ലേ? ബാപ്പാനും ഇമ്മാനെയും ബഹുമാനിക്കാൻ ക്വാളിഫിക്കേഷൻ വേണമെന്ന് പറയണോ ദീന്? ബാപ്പാനും ഇമ്മാനെയും ബഹുമാനിക്കാൻ അവർ സ്വാലിഹ്യങ്ങളും മുത്തഖീങ്ങളും ആയെങ്കിൽ ബഹുമാനിക്കണം എന്ന് പറയണോ ദീന്? ബാപ്പാനും ഇമ്മാനെയും ബഹുമാനിക്കാൻ വാപ്പിയമ്മയായാൽ മതി, ബഹുമാനിക്കണം. ഒരു വിഷയം പറഞ്ഞിട്ടില്ല, വാപ്പിയമ്മയും സ്വാലിഹ്യങ്ങളാണെങ്കിൽ മാത്രം എണീറ്റിക്കണം ബഹുമാനിക്കണം എന്നല്ല. ബാപ്പയാണോ ബഹുമാനിച്ചോളണം, ഉമ്മയാണോ ബഹുമാനിച്ചോളണം, ആദരിച്ചോളണം, പൊരുത്തം വാങ്ങിയോളണം. അതിൽ വിട്ടുവീഴ്ചല്ല. ചെറിയൊരു പൊരുത്തക്കേട് സംഭവിച്ചാൽ അതിൻ്റെ ആ പൊരുത്തക്കേട് അങ്ങനെ ബാക്കി നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ടല്ലേ നിങ്ങൾ ലോകത്ത് സുഡാനികൾ എന്ന് പറയുന്ന കറുത്ത വർഗ്ഗക്കാർ എന്ന് പറയുന്ന ഒരു വർഗം ലോകത്ത് സംവിധാനിക്കാനുള്ള കാരണം എന്താ?
ചെറിയൊരു പൊരുത്തക്കേടാണ് നൂഹ് നബി അലൈഹി സ്വലാം തൻ്റെ മകൻക്ക് കിട്ടിയൊരു ചെറിയൊരു പൊരുത്തക്കേട് അതിൻ്റെ കാരണം. നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ 3 മക്കളായിരുന്നു കപ്പലുണ്ടായിരുന്നത്. സാമ്, ഹാമ്, യാഫിസ്. 3 മക്കൾ. അതിൽ യാഫിസ് എന്ന് പറയുന്ന മകൻ, ആ മകന് ഒരു ഭാഗത്ത് നൂഹ് നബി അലൈഹി സ്വലാം ഇങ്ങനെ കിടക്കുകയാണ് കപ്പലിൽ. 3 തട്ടാണ് ആ കപ്പലിനുള്ളത്. കിടക്കുമ്പോൾ കാറ്റടിച്ച് വീശിയിട്ട് മഹാനവറുകളുടെ തുണി ഒന്നിങ്ങനെ പാറിയിട്ട് മുട്ടിന്റെ മേലെ ഔറത്തിന്റെ ഭാഗം ഒന്നിങ്ങനെ വെളിവായപ്പോ ഈ മകൻ അത് നോക്കി ചിരിച്ചു. മകനെ നോക്കി ചിരിക്കാൻ വേണ്ടത്, ബാപ്പാന്റെ ഔറത്ത് കാണുമ്പോൾ നോക്കി ചിരിക്കാൻ വേണ്ടി പെട്ടെന്ന് മറക്കാൻ വേണ്ടത്. ഇത് ചിരിക്കുമ്പോഴാണ് മറ്റേ 2 മക്കൾ വന്നപ്പോ ഈ യാഫിദ് ചിരിക്കുന്നത് കണ്ട. അപ്പൊ അവര് ദേഷ്യം പിടിച്ചിട്ട് എന്ത് പണിയാ നീ ചെയ്യുന്നത്, നോക്കി ചിരിക്കേണ്ട നേരാ. അവർ തുണിയൊക്കെ പെട്ടെന്ന് തുണി റെഡിയാക്കിയപ്പോ നൂഹ് നബി അലൈഹി സ്വലാം എണീറ്റു. അപ്പൊ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ ഈ 2 ആൾക്കാർ സാമും ഹാമും വിഷയം പറഞ്ഞപ്പോ നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞു, അങ്ങനെ എന്റെ ശരീരത്തിൽ നിന്ന് മറക്കേണ്ട ഭാഗം വെളിവായിട്ട് നീ അത് നോക്കി ചിരിക്കാന്നോ? എന്നാ പിന്നെ എന്റെ പരമ്പരയിലുള്ള ആൾക്കാരെ ഭംഗിയൊക്കെ അള്ളാഹു എടുത്തു മാറ്റട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കറുത്ത വർഗ്ഗക്കാർ വന്നത്. ലോകത്ത് മുഴുവനും ഒരൊറ്റ വാക്കാ. അതുകൊണ്ട് വാപ്പാനിമാനി പൊരുത്തക്കേട് വാങ്ങരുത്, അവരെ പൊരുത്തം വാങ്ങണം. ജീവിതത്തിൽ വിജയിക്കാൻ അത് ഏറ്റവും അർജന്റായ ഒരു സംഗതിയാണ്. പൊരുത്തക്കേടോട് പോകരുത്. അതുകൊണ്ടാണ് ഇമാം നബി റളിയല്ലാഹു അൻഹു അഥവാ സംഗതി വശാൽ ഏതെങ്കിലും സഹോദരന് സഹോദരിക്ക് അവരെ ജഹാലത്ത് മൂലം, അറിവില്ലായ്മ മൂലം, അജ്ഞത മൂലം, ഭൗതികതയുടെ അതിപ്രസരം മൂലം ബാപ്പാന്റെയും ഉമ്മാന്റെയും പൊരുത്തം നേർക്ക് നേരെ സമ്പാദിക്കാൻ കഴിയാതെയാണ് ബാപ്പയും ഉമ്മയും പിരിഞ്ഞു പോയതെങ്കിൽ സംഗതി വശാൽ മരിക്കുന്നതിന്റെ മുമ്പ്, നമ്മൾ മരിക്കുന്നതിന്റെ മുമ്പ് ബാപ്പന്റെയും ഉമ്മന്റെയും ജീവിതത്തിൽ വന്ന വൈകല്യങ്ങൾക്ക് മാപ്പ് നൽകുമാർ രീതിയിൽ അവർക്ക് വേണ്ടി കരയലോട് കരഞ്ഞ് ഇസ്തിഗ്ഫാറും തൗബയും അള്ളാഹുവിനോട് ചോദിച്ച് നിന്റെ പാപമോചനം കാരണം അള്ളാഹു തആല അവർക്ക് മാപ്പ് നൽകുന്ന ഒരു ഘട്ടം വന്നാൽ അള്ളാഹു നിനക്ക് മാപ്പ് തരും. അത്രയും രൂപത്തിൽ, അതൊരു 100 ഇസ്തിഗ്ഫാർ, 50 ഇസ്തിഗ്ഫാർ, 10 ഇസ്തിഗ്ഫാറിന്റെ കണക്കല്ല. ആ രൂപത്തിൽ ഇഖ്ലാസിന്റെ കട്ടയായിട്ട് നിന്റെ നെഞ്ചു പൊട്ടിയിട്ട് നീ കരഞ്ഞ് അള്ളാഹുവിനോട് മാപ്പപേക്ഷിച്ച് തൗബയോദിച്ച്, അത് കാരണം ബാപ്പക്കും ഉമ്മക്കും വേണ്ടിയുള്ള നിന്റെ ഈ തേട്ടം കാരണം അള്ളാഹുർക്ക് മാപ്പാക്കി കൊടുത്താൽ നിന്റെ വൈകല്യങ്ങൾ അള്ളാഹു തആല മാപ്പാക്കി തരും. അങ്ങനെ ഒരു ചാൻസ് ആ വിഷയത്തിൽ ഇമാം നബി റളിയല്ലാഹു അൻഹു ഫത്താവയിൽ രേഖപ്പെടുത്തി. എന്നാലും അത് സ്വീകരിക്കാതെ പോകരുത് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അല്ല വാപ്പാനിമാനി കുരുത്തക്കേട് വാങ്ങാൻ പാടില്ല. ഒരു നിലക്കും വാക്ക് നിലക്കും വാങ്ങരുത്, ഒരു നിലക്കും വാങ്ങരുത്. അള്ളാഹു തആല അവരെ പൊരുത്തം സമ്പാദിച്ച് മരിക്കുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ബാപ്പാന്റെ ഉമ്മാന്റെ പൊരുത്തം അത് ആവശ്യമാണ്. കടപ്പാടുകൾ ഇങ്ങനെ എണ്ണിയപ്പോ ബിദിൽ ഖുർബ, ഖുർആൻ എടുത്ത് എണ്ണി ഞാൻ വിശദമാക്കുന്നില്ല. ഒരൊറ്റ ആയത്തൊന്ന് അർത്ഥം വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കുടുംബക്കാർ വിശദമായി പറയേണ്ടതാണ്. കുടുംബക്കാരോടുള്ള ബന്ധം, സമൂഹത്തിനോടുള്ള ഇടപാട് പറഞ്ഞപ്പോ ആദ്യം അല്ലാഹു തആല പറഞ്ഞു മാതാപിതാക്കൾ, രണ്ടാമത് കുടുംബക്കാർ. വൽ ജാരിദിൽ ഖുർബ, കുടുംബക്കാരായ അയൽവാസികൾ അല്ലെങ്കിൽ അടുത്ത് കണക്കാക്കപ്പെടുന്ന അയൽവാസികൾ. വൽ ജാരിൽ ജുനുബ്, അകന്ന ബന്ധമുള്ള അയൽവാസികൾ. വസ്സാഹിബി ബിൽ ജംബ്, ഏതെങ്കിലും ഒരു നിലക്ക് ജീവിതത്തിൽ ബന്ധം പുലർത്തുന്ന ആളുകൾ. ഏത് ബന്ധം? തൊഴിലാളി ബന്ധമോ, അല്ലെങ്കിൽ ഒപ്പം ജോലി ചെയ്ത ബന്ധമോ, അല്ലെങ്കിൽ യാത്രാ ബന്ധമോ, ഹജ്ജിന് പോയ ബന്ധമോ, പഠന ബന്ധമോ, ഏതെങ്കിലും തരത്തിൽ സുഹൃത്ത് ബന്ധമോ ഉള്ള ആള്, അവരോടും നീ ഒത്താശ ചെയ്യണം. അബിനിസ് സബീൽ, പൊതുവായി നാട്ടിലൂടെ പോകുന്ന യാത്രക്കാര്. അതിന്റെ മുകളിൽ വൽ യതാമാ വൽ മസാക്കീൻ, അനാഥകൾ, അഗതികൾ. അത് സമൂഹത്തിൽ വേറിട്ട് തന്നെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞ ആ 10-11 വിഭാഗത്തോടും കടപ്പാടുകൾ, കടമകൾ വീട്ടുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ സ്വാലിഹായി മാറുന്നത്. അള്ളാഹുവിനോടുള്ള ബാധ്യതയും അടിമകളോടുള്ള ഹക്കും രണ്ടും വീട്ടാൻ കഴിയുന്നവര്, ആ രൂപത്തിൽ വിജയിച്ചവരാണ് മഹാന്മാരായ അമ്പിയാക്കളും മൗലിയാക്കളും. അവരുടെ ജീവിതം പരിശോധിച്ചു നോക്കിയാൽ നമുക്കത് വ്യക്തമായി മനസ്സിലാകും. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ തരത്തിലുള്ള ജീവിതമാണ് നമ്മുടെ സമൂഹത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ രൂപത്തിൽ ഹക്കടപാടുകൾ വീട്ടേണ്ടവരോടൊക്കെ വീട്ടി ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ സദസ്സ് അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. എന്താണ് ഇത് എഴുതിയിട്ടുള്ളത്? പള്ളിന്റെ പണി പൂർത്തിയായില്ലേ?
ബാക്കിയുള്ളതുണ്ട്. പള്ളിയാണ്, പള്ളിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പം കൂട്ടിയെടുത്തത്. ആ ഇത്രത്തോളമായി ബാക്കി. അല്ലാ, എന്ത് സംഭാവന ചോദിക്കേണ്ടത്? അതെന്തിനുള്ളതാ? ആ, തങ്ങൾ പാപ്പ മന്ത്രിച്ച തേനുണ്ട് കുറച്ചുകൂടെ, ഇൻഷാ അല്ലാ. അത് നല്ല സംഖ്യക്ക് തന്നെ വാങ്ങണം. അതിൻ്റെ അപ്പുറത്തൊരു സാധനം ഉണ്ടല്ലോ, അതെന്താണ്? അതെന്തിനുള്ളതാ? ലേലം വിളിക്കാൻ വേണ്ടി സംഭാവന ഇതാണ്. സംഭാവന തന്നെയല്ലേ, അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. പഴുത്തയൊക്കെ കൊണ്ടുപോയാൽ നല്ല ഉപകാരപ്പെടും. ചക്ക നല്ല ഉപകാരമുള്ള സാധനമാണല്ലോ അല്ലേ? ആണ്. തേനും ഉണ്ട്. ഇതിലേക്ക് ഇപ്പം എന്താ സംഭാവന വയ്ക്കേണ്ടത്? എന്താ പൂർത്തിയാക്കാൻ വേണ്ടി? തേപ്പ് ബാക്കിയുണ്ട്. ആ, മേലെയുണ്ടോ? മേലെയുണ്ട്, താഴെയുണ്ട്. റമദാൻ ആകുമ്പോഴേക്കത് പൂർത്തിയാക്കണം എന്നാണ് കമ്മിറ്റിക്കാർ ഉദ്ദേശിക്കുന്നത്. എന്നാൽ പിന്നെ അതൊരു ഭംഗിയാകും. നമ്മുടെ നാടിന് റമദാനിൻ്റെ മുമ്പ് തന്നെ പണി പൂർത്തിയാൽ അവിടെയും കൂടി സൗകര്യം കിട്ടിയാൽ അല്ലേ? ഇത് പുറമ്പള്ളിയാ? ഒന്നിച്ചുള്ളതാണ്. ആ, ഓ അങ്ങനെ, അത് ശരി. ആ ആ ആ ആ അതിലേക്ക് ഇപ്പം എന്താ ചോദിക്കേണ്ടത്? സിമന്റോ? ആ, മാഷാ അല്ലാ, വയറിംഗ് ഉണ്ട്, തേപ്പുണ്ട്, പലജാതി പണികൾ ബാക്കിയുണ്ട്. ആരാ ഒന്ന് തുടക്കം കുറിക്കുക? ബാക്കിയൊക്കെ ഇൻഷാ അല്ലാ ബാക്കി ദിവസങ്ങളിൽ എല്ലാവരും ചെയ്തോളൂ. എത്ര? ഒരു ലോഡാ? ഒരു ലോഡ് മണലാ? ഉയല്ലേ? ആ, മാഷാ അല്ലാ. അള്ളാഹു നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, ബറക്കത്ത് ഏറ്റി കൊടുക്കണേ അല്ലാ. എല്ലാവിധ ഹലാൽ ആഖിറ ലക്ഷ്യങ്ങളും നീ ഹാസിലായി കൊടുക്കണേ അല്ലാ. പോയി ഒരു ലോഡ് ഏറ്റു. ഇന്ന് വെള്ളിയാഴ്ച രാവാണല്ലോ.